ആരോഗ്യത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഉപവസിക്കത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല. 1-2 ദിവസം ഒക്കും, പക്ഷേ അതിൽ മേളിലോട്ട് പറ്റത്തില്ല. എൻ്റെ പ്രായം, ഞാൻ 79-ാമത്തെ വയസ്സിലാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഒറ്റ സർജറിക്ക് 400 കുത്തിക്കെട്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 199 കുത്തിക്കെട്ട് ശരീരത്തിൻ്റെ പുറത്ത് കാണാവുന്നതും 201 കുത്തിക്കെട്ട് പുറത്ത് കാണാൻ വയ്യാതെ അകത്തും 400 കുത്തിക്കെട്ടായിരുന്നു ഒറ്റ സർജറി. അതിനെ തുടർന്ന് എനിക്ക് പല പ്രാവശ്യം സ്ട്രോക്ക് ഉണ്ടായി. 7 പ്രാവശ്യം ബോധം കെട്ട് തറയിൽ വീണു. 7 പ്രാവശ്യം. എല്ലാം ഉണ്ടെങ്കിലും കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇന്നെനിക്ക് അങ്ങനെ നീണ്ട ദിവസങ്ങൾ ഉപവസിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഉപവസിക്കുന്നത് ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളേതെങ്കിലും ചർച്ചല്ലേ, നിങ്ങളൊരു വലിയ ചർച്ചയായിട്ട് വളരേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാം, കുറച്ച് ഫൗണ്ടേഷൻ സ്റ്റോൺ. വേദപുസ്തകത്തിൽ ഉപവാസം പലതരമുണ്ട്. യേശു 40 ദിവസം ഉപവസിച്ചു. പ്രത്യേകത, ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല, ഉറങ്ങിയില്ല, കുളിച്ചില്ല. 40 രാപകൽ. ഉറങ്ങാതിരിക്കുന്നവരൊന്ന് നോക്ക്, അപ്പോൾ അറിയാം. അതാണ് കഠിന ഉപവാസം. മോശ 80 ദിവസം ഉപവസിച്ചു. ആദ്യം ഒരു 40 ദിവസം തിന്നില്ല, കുടിച്ചില്ല, ഉറങ്ങിയില്ല, 40 ദിവസം. പിന്നെ വീണ്ടും ഒരു 40 ദിവസം. അതായിരുന്നു മോശ 80. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചുള്ളൂ. തിന്നുകയും ചെയ്തു, കുടിക്കുകയും ചെയ്തു. സ്വാദുഭോജനം ഭക്ഷിച്ചില്ല, അത്രയേ ഉള്ളൂ. ഭോജനം ഭക്ഷിച്ചില്ല. രാജകീയമായ റോയൽ ബാത്ത് എടുത്തിട്ടില്ല. രാജകീയമായ കട്ടിലിൽ കിടന്നിട്ടില്ല. ഒരു ആവറേജ് ബെഡിൽ കിടന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ്. എസ്തറിൻ്റേതാണ് ഏറ്റവും ചെറിയ ഫാസ്റ്റിംഗ്. 3 രാവും 3 പകലും തിന്നുമില്ല, കുടിച്ചുമില്ല. നിങ്ങളിലാരും തിന്നാതെയും കുടിക്കാതെയും ഉപവസിക്കാൻ ഞാൻ പറയത്തില്ല. ദൈവാത്മാവ് അതുപോലെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ 3 ദിവസം വരെ ട്രൈ ചെയ്യാം. കാര്യം എസ്തർ ഫാസ്റ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര റിസൾട്ട് കൊണ്ടുവരും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് 80 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും തോന്നുന്നില്ലായിരുന്നു നടക്കുമെന്ന്. പക്ഷെങ്കിൽ ഞാനങ്ങ് തീരുമാനിച്ചു, കർത്താവേ കൃപ തരികയാണെങ്കിൽ ഞാൻ 80 കണ്ടിന്യൂസ് അല്ല, ഈ വർഷം എല്ലാം കൂടെ ഒരു 80 ദിവസം ഉപവസിക്കാം. അത് ഇടവിട്ട് ഒരാഴ്ച, ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അടുത്ത ഒരാഴ്ച, ഇങ്ങനെ ഒരു 80 ദിവസം ഉപവസിക്കാം. അതിനെ തുടർന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സഭ 40 ദിവസം ഉപവസിക്കണം. ഇതെനിക്ക് സഭ പറയാൻ പേടിയായിരുന്നു. ഇവരെല്ലാം ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ 40 ദിവസം ഇവിടെ വന്നിരുന്ന് ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ തിരിച്ചു മറുപടി പറയും. എനിക്കറിയാം, എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതെ, കർത്താവ് ഞാൻ എങ്ങനെ പറയും. അങ്ങനെ നടന്നപ്പോഴാണ് പാസ്റ്റർ ഡെന്നിസ് ഉണ്ട്, അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഈ കൊല്ലം 40 ഉപവാസം. ഓക്കെ. മറ്റേയാൾ പറഞ്ഞു, മറിച്ചയാൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഒത്തിരി പേര് വന്ന് പറഞ്ഞു നമുക്ക് 40 ദിവസം ഉപവസിക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ 40 ദിവസം തീരുന്ന അന്ന് സഭയുടെ 40 തുടങ്ങുക. അപ്പോൾ അവരുടെ കൂടെ ആകുമ്പോൾ ഞാനും 80 തീരും, ഒന്നിച്ചാവും. ആ സഭയുടെ 40 ദിവസം ഫാസ്റ്റിങ്ങിൻ്റെ 1-ാമത്തെ ദിവസം, അതായത് എൻ്റെ ഉപവാസത്തിൻ്റെ 41-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വർഷം പ്രധാന യുദ്ധത്തിൻ്റെ വർഷമാണ്. ഈ വർഷം ഇന്ത്യയിൽ ഈ വർഷം പ്രധാന യുദ്ധത്തിൻ്റെ വർഷമാണ്. അതിന് ആധാരമായി ദൈവാത്മാവ് എനിക്ക് തന്ന ചില വാക്യങ്ങൾ, ഇതിപ്പം വാക്യങ്ങൾ എടുക്കാം. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് എതിർ ക്രിസ്തുവിനെക്കുറിച്ച്. കുഞ്ഞുങ്ങളെ, എതിർ ക്രിസ്തുക്കൾ വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ എതിർ ക്രിസ്തു വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ അന്തിക്രിസ്തു എന്ന് ചിലർ വിളിക്കും, എതിർ ക്രിസ്തു എന്ന് വേറെ ചിലർ വിളിക്കും. ഇതെല്ലാം കൂടി എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 1-ാം നൂറ്റാണ്ടിൽ പറയുന്നതാണ്. ഇപ്പോൾ തന്നെ എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്നിലധികം ഉണ്ടല്ലോ. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇതൊരാത്മാവാണ് എന്ന് ഞാൻ ഒന്നുകൂടെ പറയാൻ പോകുകയാണ്. ഏലിയാവ്, യേശുവിൻ്റെ വരവിന് മുന്നമേ ഏലിയാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സഖരിയ പ്രവാചകൻ്റെ അടുക്കൽ ഇന്ന് രാവിലെ നമ്മൾ സഖരിയ പ്രവാചകനെ സഖരിയ പുരോഹിതനെ നമ്മൾ തൊട്ടായിരുന്നു. സഖരിയ പുരോഹിതൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഹെബ്രിയേൽ വന്നു വെച്ച് പറഞ്ഞു, സഖരിയാവേ, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ നിനക്കൊരു മകൻ ജനിക്കും. ഏലിയാവല്ല നിനക്ക് ജനിക്കുന്നവനെ യോഹന്നാനെന്ന് വിളിച്ചോണം. പക്ഷേ ഇവൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണെന്നറിയാമോ? ഏലിയാവിൻ്റെ ആത്മാവ്.
ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്വർഗത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഇവിടെ ഒരു കവർ ഉണ്ടാക്കി, ഒരു എക്സ്റ്റേണൽ കവർ, ഒരു എൻവലപ്പ് ഉണ്ടാക്കി. അതാണ് ഈ മണ്ണ് കൊണ്ടുള്ള മനുഷ്യൻ. ഇതിനകത്തിരിക്കുന്നത് ദിവ്യനാണ്, സ്വർഗത്തിൽ സൃഷ്ടിച്ചതാണ്. ഇതുപോലെ തന്നെ ഏലിയാവിൻ്റെ ആത്മാവിനെ എനിക്ക് ഒന്നുകൂടെ അയക്കണം. അതിനൊരു കാരിയർ വേണം. ഏലിയാവിൻ്റെ ആത്മാവിനെ കൊണ്ട് നടക്കാൻ എനിക്കൊരാൾ വേണം. അത് നിൻ്റെന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ്. നിൻ്റെ എന്ന് തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും യോഹന്നാൻ എന്നവന് പേരിടണം. ഇവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വരും. ഇനി യേശു ക്രിസ്തു പറഞ്ഞു ഏലിയാവ് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണേ ഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആളിൻ്റെ പേരൊന്നും ആത്മാവ് വേറൊന്നുമാകാം. ഈ ദിവസങ്ങളിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെ ഒരുപാട് ശക്തികൾ എഴുന്നേൽക്കും. ഈ വർഷം അത് ധാരാളമായിട്ടുണ്ട്. ഈ വർഷം തന്നെ തുടങ്ങുമെന്നൊന്നുമല്ല, 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് ഉണ്ട്. പക്ഷേ ഈ വർഷം വളരെ എഴുന്നേൽക്കും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെ. ഈ ഗ്രൂപ്പിലാണ് ദൈവാത്മാവ് പറയുന്നത് ഈ വർഷം സഭ അറിയേണ്ടി വന്ന് ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരും ഇതിനകത്തിരിക്കുന്നവരും ഉൾപ്പെടെ. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ സ്വർഗത്തോളം വളരും. ദാനിയേൽ 8-ഉം വെളിപ്പാട് പുസ്തകം 13 കൂടെ ഒരുമിച്ച് ചേർക്കണം. ദാനിയേൽ 8-ഉം വെളിപ്പാട് പുസ്തകം 13 കൂടെ ഒരുമിച്ച് ചേർക്കണം. ഇത് രണ്ടും എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 2 പുസ്തകങ്ങളാണ്. ദാനിയേൽ പ്രവചനം പഴയ നിയമത്തിൻ്റെ 27-ാം പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിൻ്റെ 27-ാം പുസ്തകമാണ്. ദാനിയേലിൻ്റെ ദർശനം അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. വെളിപ്പാട് പുസ്തകവും അന്ത്യകാലത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. പുതിയ നിയമത്തിലെ വെളിപ്പാടാണ് പഴയ നിയമത്തിൽ ഒരളവിൽ ദാനിയേലിൻ്റെ ദർശനം. ദാനിയേലിൻ്റെ ദർശനത്തിൽ കൂടുതലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേലിൽ ഇല്ലാത്തതുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് അന്ത്യകാലവും അശുദ്ധാത്മാക്കളും. അന്ത്യകാലത്തെ അശുദ്ധാത്മാക്കളും. ദാനിയേൽ 8-ൽ പറഞ്ഞു നിരന്തര ഹോമയാഗം നിർത്തലാക്കും. നിരന്തര ഹോമയാഗം, ദൈവത്തിന് പോകുന്ന വിശുദ്ധ ആരാധന എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നിരന്തര ഹോമയാഗം നിർത്തലാക്കും. അത് ബലം പ്രയോഗിച്ച് കവർന്നു കളയുന്ന ഒരു സേവ നിയമിക്കും. ചില തർജ്ജമയിൽ സേവയെന്നും വേറെ ചില തർജ്ജമയിൽ സേന എന്നും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഫോഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സൈന്യത്തെ രൂപീകരിക്കും എതിർ ക്രിസ്തുവും. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് ലഭിക്കാതെ ദൈവത്തിങ്കിൽ നിന്ന് പിടിച്ചെടുത്ത് കളയുന്ന ഒരു സൈന്യത്തെ നിയമിക്കും. അതങ്ങ് വളരും. അത് ഉണ്ടാക്കിയത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. വളർന്നു വരും. വെളിപ്പാട് പുസ്തകമായപ്പോഴത്തേക്ക് പറഞ്ഞു ഒടുവിലാകുമ്പോൾ അവൻ സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപനോളം താൻ വളരും. സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപൻ യേശുവാണ്. സർവ്വസൈന്യാധിപൻ എന്ന് വിളിക്കുന്നത് യേശുവിനെയാണ്. അവൻ യേശുവിൻ്റെ ഒപ്പം വളരും. ആട്ടെ, ലൂസിഫറിൻ്റെ ചിന്ത എന്തുവാ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ലൂസിഫർ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ദൈവത്വം അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഞാൻ മേഘ ഉന്നതങ്ങൾക്ക് മീതെ ഇരുന്നരലും. വളരണമെന്നുള്ളതാണ് ഇവൻ്റെ താല്പര്യം. ഇവനെ ഒടുവിൽ അവിടെ നിന്ന് ഇറക്കും, പക്ഷേ ഇവൻ വളർന്ന് അത്യുന്നതൻ്റെ അടുക്കൽ വരെ ഇവൻ വളരും. ഇവൻ ദൈവത്തോട് തുല്യനെന്ന് പറഞ്ഞു വരെ ഇവൻ എത്തും. ഇനി പുതിയ നിയമത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്നോ പൂജാവിഷയമെന്നോ എന്ന് പറഞ്ഞാൽ ആരാധന വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. ഇതെല്ലാം ഒരുത്തൻ്റെ പല ലക്ഷണങ്ങൾ പലരും വിശദീകരിക്കുക. ഇങ്ങനെ ഇവൻ ഉയരും. ഇവൻ ഉയർന്നു കഴിഞ്ഞാൽ നിരന്തര ഹോമയാഗം നിർത്തലാക്കും. ദൈവത്തിന് പോകേണ്ട വിശുദ്ധ ആരാധന അവൻ പിടിച്ചെടുക്കും, അവൻ കവർന്നെടുക്കും, കളിപ്പിച്ചെടുക്കും. ഏതെങ്കിലും രീതിയിൽ, പല രീതികളിൽ ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന ദൈവത്തിന് പോകാതെ മറ്റു പലതിനുമായി ചെതറിച്ച് കളയും. അവൻ തന്നെ ആരാധന എടുക്കും. അവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. സാത്താൻതാനും വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വരും. അവൻ്റെ സേവകന്മാർ, സാത്താൻ്റെ സേവകന്മാർ ദൈവസേവകന്മാരുടെ വേഷം ധരിക്കും. ഇങ്ങനെ വന്ന് ആരാധന കവർന്നു കളയും. ഈ ആരാധന തിരികെ പിടിച്ച് അത് ദൈവത്തിന് സമർപ്പിക്കുക എന്നത് അന്തിമ സഭയുടെ ലക്ഷ്യം. ഈ ആശയം കിട്ടിയോ? എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഈ ഒരാശയം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അൺലെസ് ബഥേലിൻ്റെ മീറ്റിംഗ് എപ്പോഴും ശ്രദ്ധിക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നും നിങ്ങളുടെ മുമ്പിലും പറയുക. ഇത് ഈ വർഷത്തിൻ്റെ പ്രത്യേക മോട്ടീവായിരിക്കണം. ഈ ആരാധനകൾ പണ്ടുകാലം മുതലേ പോകുന്നുണ്ടല്ലോ. സത്യാരാധന ദൈവത്തോടല്ലാതെ വേറെ ആരോടും പാടില്ല. ആകാശവും ഭൂമിയും സമുദ്രവും
അതിലുള്ള സകലതും സൃഷ്ടിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ. വേറെ ഒന്നിനെയും വണങ്ങുകയോ അവരുടെ മുമ്പിൽ നമസ്കരിക്കുകയോ പോലും പാടില്ല. ഈ സത്യാരാധന ദൈവത്തിന് കിട്ടാതെ വണ്ണം നൂറ്റാണ്ടുകളായി നമുക്കറിയാം ഒരുപാട് അന്യനാമങ്ങൾ ഉയരുകയും അന്യ ആരാധന ശക്തികൾ ഉയരുകയും ചെയ്ത് ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന ദൈവത്തിന് കിട്ടാതെ മറ്റു പലതിനും പല ശക്തികൾക്കുമായി ചെതറി. ഒരുപാട് പേര് പറയുന്നുണ്ട് ഏത് പേരിൽ വിളിച്ചാലും ദൈവം, എന്നാൽ പിന്നെ ദൈവത്തെ ഡയറക്റ്റ് ദൈവത്തിൻ്റെ പേരിൽ അങ്ങ് വിളിച്ചുകൂടെ? ബാംഗ്ലൂരിൽ എൻ്റെ പേര് ബാംഗ്ലൂരിലെ MA വർഗീസ് എന്നാണ്. ബാംഗ്ലൂരിൽ പല MA വർഗീസ് കാണും, പക്ഷേ പ്രധാനമായും MA വർഗീസ് എന്നുള്ള എൻ്റെ പേര്. എന്നെ ഒരുത്തൻ കയറി മാത്യു എന്നങ്ങ് വിളിച്ചാലോ, വേറൊരുത്തൻ എന്നെ തോമസ് എന്ന് വിളിച്ചാലോ, ഇനി ഒരുത്തൻ ചാക്കോ എന്ന് വിളിച്ചാലോ, ഏത് പേര് വിളിച്ചാലും MA വർഗീസിനെ ഞാൻ ഉദ്ദേശിച്ച കാര്യം വേറെ, എൻ്റെ അടുത്ത് എഴുത്ത് വരികയില്ല. ചാക്കോ എന്നും പറഞ്ഞ് എഴുത്തിട്ടാൽ ഉദ്ദേശിച്ചത് എൻ്റെ കാര്യമായിരിക്കും, എഴുത്തെനിക്ക് വരത്തില്ല. എൻ്റെ പേരുള്ളിടത്തോളം അങ്ങ് വിളിച്ചാലത്തെ തകരാറെന്നാ? അത് വിളിക്കാൻ പറ്റുകയില്ല. കാര്യം ആരാധന കവർന്നു കളയുന്ന വേറെ ഒരു ശക്തിയുണ്ട്. ഈ അന്യ ആരാധനയ്ക്ക് എതിരെ നിൽക്കാൻ ദൈവത്തിന് ആൾ വേണം. ആത്മയുദ്ധമാണ് എൻ്റെ വിഷയം. രാവിലെ ഞാനൊരു നല്ല അളവ് തൊട്ടു. അതിനേക്കാൾ മൂർച്ഛന്യമായ സാഹചര്യത്തിലേക്ക് വൈകുന്നേരത്ത് ഞാൻ പോവുക. അടുത്ത ഒരു ആശയം കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു, ബലാൽക്കാരേണ അതിൽ കടക്കുന്നു, ബലാൽക്കാരേണ അത് കൊണ്ടു നടന്ന് സ്ഥാപിക്കണം. ഒരിക്കലും ദൈവരാജ്യം തണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇതെങ്ങും വരത്തില്ല. പകരം ബലാൽക്കാരികൾ ഇതിനെ കൊണ്ടു നടന്ന് സ്ഥാപിച്ചേ പറ്റൂ. എൻ്റെ ജോലിയാണ് ദൈവരാജ്യം കൊണ്ടു നടന്ന് സ്ഥാപിക്കുന്നത്. തൻ്റെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ദാവീദിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് കൂട്ടിലിരുന്ന് സ്വോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലെങ്ങും ആരാധന സ്ഥാപിക്കപ്പെടത്തില്ല. വെട്ടേണ്ടതിനെ വെട്ടുകയും വേണം, മാറ്റേണ്ടതിനെ മാറ്റുകയും വേണം, സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിക്കുകയും വേണം. ആത്മലോകത്തിൽ വെട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അക്ഷരീക യുദ്ധമല്ല. നമ്മൾ യുദ്ധം ചെയ്യുന്ന ജഡരക്തങ്ങളോടല്ല, പക്ഷേ നിങ്ങൾക്കും ദൈവത്തിനും മനസ്സിലാകുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ആ ശക്തിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടണം. ഇനി ഇവനെ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചുരുക്കി രത്നച്ചുരുക്കം ആദ്യം ഇങ്ങോട്ട് വെക്കുക, അത് കഴിഞ്ഞ് വിശദീകരണത്തിൽ പോകും. ഇവനെ എങ്ങനെ ഒതുക്കാൻ കഴിയും? ഒന്ന്, ദൈവത്തിങ്കിൽ നിന്ന് ബലം പ്രാപിക്കുക. അതിന് ദൈവം ഒരുവനെ അധികാരപ്പെടുത്താൻ ഒക്കത്തില്ല. ഞാൻ ഇവിടുന്ന് രാവിലെ ഇവിടെ വേർപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു ലോവർ ലെവലിൽ ചെറിയ കാര്യങ്ങൾ പലരെ ഏൽപ്പിക്കാമെങ്കിലും വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ലെവലിൽ വരെ ഉയർന്നവരെ മാത്രമേ ദൈവത്തിന് ഏൽപ്പിക്കാൻ ഒക്കത്തുള്ളൂ. അതിൽ താഴെ ആരെയും ഏൽപ്പിക്കത്തില്ല. നിങ്ങൾ വന്ന് പാട്ടുപാടണം, ഡ്രം അടിക്കണം, അതൊക്കെ പലരെ ഏൽപ്പിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനൊന്നും ഏൽപ്പിക്കത്തില്ല. ഞാൻ ആലയം പണിയെക്കുറിച്ച് ഒന്ന് തൊട്ടോട്ടെ, ഇതിനിടയ്ക്ക് കയറി. ചിലർക്ക് മനസ്സിലാകാതെ പോകുന്ന എനിക്കറിയാം. കാര്യം ഇതെല്ലാം വിശദീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളാണ്. ഞാൻ വിശദീകരണം ഇല്ലാതെ ഇങ്ങനെ തൊട്ട് പറയുന്നത് കൊണ്ട്. ദൈവത്തിന് പഴയ നിയമത്തിൽ ഒരാലയം വേണമായിരുന്നു. പഴയ നിയമത്തിൽ ആലയം പണിയുമ്പോൾ ആദ്യമേ പറഞ്ഞത് മോശയോട്. മോശയുടെ അടുക്കൽ ദൈവം പർവ്വതത്തിൽ വെച്ചൊരു മാതൃക കാണിച്ചു കൊടുത്തു. ഇതുകൊണ്ട് ഇതുപോലെ പണിയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ആലയം പണിയണം. ഓർമ്മയുണ്ടല്ലോ? അത് കഴിഞ്ഞ് ദാവീദിനോട് പറഞ്ഞു, നീ ഒരാലയം പണിയണം. ദാവീദിനെ ഒന്നും കാണിച്ചു കൊടുത്തില്ല, പറഞ്ഞില്ല. പകരം ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് ആലയത്തിൻ്റെ വളവുകൾ ദാവീദിനെ എഴുതി കൊടുത്തു. അത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ദാവീദ് തൻ്റെ മകൻ ശലോമോനോട് പറയുന്നുണ്ട്, തൃക്കരങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ എഴുതി തന്ന അളവാ. ദൈവാലയത്തിൻ്റെ പണി തോന്നിയ പോലെ പണിയാനൊക്കത്തില്ല. അതതിൻ്റെ കറക്റ്റ് അളവാണ് എഴുതി തന്നു. എന്താ മോശയ്ക്ക് എഴുതി കൊടുക്കാതെ ദാവീദിന് എഴുതി കൊടുത്തത്? ആർക്കെങ്കിലും ചിന്തിക്കാമോ? ദാവീദ് പള്ളിക്കുടുത്തി പോലും പോയതല്ല, വിദ്യാഭ്യാസമില്ല. ഈ പുള്ളിയെ കാണിച്ചു കൊടുത്താൽ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. നീ എഴുതിക്കോളാൻ പറഞ്ഞ ദാവീദിന് അറിയാൻ വയ്യ. അതുകൊണ്ട് ദൈവം തന്നെ എഴുതി കൊടുത്തു. മോശെ മിസ്രയീമിലെ സകല വിദ്യയിൽ നിപുണനാ. ഒറ്റ പ്രാവശ്യം കണ്ടാൽ കാര്യം ഗ്രഹിക്കും. നിങ്ങൾ ചിലർക്ക് ദൈവം വിദ്യാഭ്യാസം തന്നിട്ടില്ലേ? മറ്റു പലർക്കും ഇല്ലാത്ത പോലെ നിങ്ങളുടെ ഇടപെടുന്നതും അതുപോലെ. ഏത് ലെവലിൽ ഏൽപ്പിക്കണം ആ ലെവലിലേ ഏൽപ്പിക്കത്തുള്ളൂ. എനിക്ക് കിട്ടുന്ന ദർശനമല്ല വേറൊരാളിന് കിട്ടുന്നത്. എൻ്റെ ബേസിക് കഴിവിനും എൻ്റെ വിദ്യാഭ്യാസത്തിനും ഞാൻ ആയിരിക്കുന്ന നിലവാരത്തിന് ഒത്തവണ്ണം ദൈവം എന്നോട് സംസാരിക്കും. നിങ്ങളിൽ ഒരാളിനോട് നിങ്ങളുടെ നിലവാരത്തിൽ സംസാരിക്കും.
എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ദൈവം പറഞ്ഞില്ലെന്ന് വരത്തില്ല. പക്ഷേ വ്യത്യസ്ത രീതികളിലായിരിക്കും ദൈവം ഇടപെടുന്നത്. അവനവൻ്റെ കഴിവിനൊത്തവണ്ണം താലന്തുകൾ ഏൽപ്പിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്താ ഈ കഴിവ്? ഒരളവിൽ അതൊരു അഭിഷേകമാണ്. എനിക്ക് ലഭിച്ച അഭിഷേകത്തിനൊത്തവണ്ണം, എൻ്റെ കഴിവിനൊത്തവണ്ണം, ഇനിയും എൻ്റെ പ്രിപ്പറേഷനൊത്തവണ്ണം എൻ്റെ കയ്യിൽ താലന്തുകൾ തരും. വലിയ താലന്തുകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്രമീകരിച്ചേ പറ്റൂ. ഞാൻ അടുത്ത പടിയിലോട്ട് കിടക്കുക. എന്നിട്ട് ദാവീദിന് മെഷർമെൻറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ എഴുതിയ കൊടുത്ത് പറഞ്ഞു, ഞാൻ 2 വ്യക്തികളെ പ്രത്യേകം അഭിഷേകം ചെയ്തിട്ടുണ്ട്. യഹൂദ ഗോത്രത്തിലുള്ള ഒഹലയേൽ എന്നൊരാളിനെയും, രണ്ടാമതൊരാളുണ്ട്, മുള്ള പേര് ബെസലയേലിനെയും ഒഹാലയിലിനെയും, ഈ 2 പേരെ ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. എഴുതിയും വരച്ചും തരാൻ ഒക്കാത്തതുപോലെ രത്നങ്ങൾ വെട്ടി പതിക്കുമ്പോൾ അതാത് സാഹചര്യത്തിനൊത്തവണ്ണം എടുത്തു വെക്കാൻ എനിക്ക് ആൾ വേണം. അതിന് 2 മെഷർമെൻറ്റ് കൊണ്ട് തീരുന്നതല്ല. മെഷർമെൻറ്റ് കൊണ്ടത് പറയാനൊക്കത്തില്ല. ഒത്തിരി ഈ പാചക വിധി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഇത്ര ഗ്രാം മുളകും ഇത്ര ഗ്രാം മല്ലിയും ചേർക്കുന്നിടത്ത് ഇത്ര ഗ്രാം ഉപ്പ് ചേർക്കണമെന്ന് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വീട്ടമ്മയുടെ കഴിവാണ്, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആളിൻ്റെ കഴിവാണ്. പാകത്തിന് ഉപ്പുയർത്തണം, പാകത്തിന് ഉപ്പുയർത്തണം. മോനെ, രത്നം വെട്ടി പണിയുന്നത് കല്ല് പണിയുന്ന പോലല്ല, രത്നം വെട്ടി പണിയുന്നത് സ്വർണം പണിയുന്ന പോലല്ല. അതിന് ദൈവം പ്രത്യേക ജ്ഞാനാത്മാവിനാൽ നിറച്ചവനെ കൊണ്ട് മാത്രമേ ഒക്കത്തുള്ളൂ, അവനെ മാത്രമേ പണി ഏൽപ്പിക്കത്തുള്ളൂ. അത് എഴുതാനും ഒക്കത്തില്ല, വരയ്ക്കാനും ഒക്കത്തില്ല. അപ്രോക്സിമേറ്റ് രൂപം കൊടുക്കാം, പക്ഷെ അവിടെ ചിലത് വേണം. സഭായോഗത്തിനകത്ത് ഇന്ന സമയത്ത് ഇന്നതുപോലെ വേണം എന്നൊന്ന് പറയാൻ പെന്തക്കോസ്തുകാരുടെ മൊത്തം സഭായോഗങ്ങളുടെ പൊതു പാറ്റേൺ, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, പൊതു പാറ്റേൺ, കേരളത്തിലുള്ള പൊതു പാറ്റേൺ, രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിച്ചു, 2, 3, 4 പാട്ടുകൾ പാടി, അത് കഴിഞ്ഞ് ഒരല്പസമയം സങ്കീർത്തനം വായിച്ചു, പിന്നെ സാക്ഷി എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിന് കുറച്ച് സമയമെടുത്തു. പൊതു പെന്തക്കോസ്തൽ സഭകളുടെ എല്ലാം ക്രമം അതാണ്. എനിക്കതിനകത്ത് ഒരു വിരോധവുമില്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ചർച്ചിൽ ഒരാൾ വന്നു. IPC ചർച്ചിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയുടെ മോനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കും എൻ്റെ അപ്പനും കൂടെ ചേർന്ന് 100 വർഷത്തെ പെന്തക്കോസ്തൽ പരിചയമുണ്ട്. അദ്ദേഹത്തിനും അപ്പനും കൂടെ ചേർന്ന്, കാരണം അപ്പനെ അങ്ങേയറ്റം സഹായിച്ചുകൊണ്ടിരുന്നയാളാണ്. എനിക്കും അപ്പനും കൂടെ ചേർന്ന് 100 വർഷത്തെ പെന്തക്കോസ്തൽ പരിചയമുണ്ട്. അത് സത്യമാണ്. ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സഭായോഗത്തിന് സാക്ഷിക്ക് സമയം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആരോ ഒരാൾ തീരുമാനിച്ചതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സഭകളിലെല്ലാം ഇത് തീരുമാനം ഇങ്ങനെ കോമൺലി വരത്തില്ല. എന്തുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു? നമ്മുടെ ആളുകൾക്ക് എഴുന്നേക്കാൻ അറിയാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ, സ്വന്തം പേര് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാൻ അറിയാൻ വയ്യ. തന്നെ ഇയാൾ ഇങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് മടി പിടിച്ചു പോകും, ഒരു ശുഷ്കാന്തി കാണത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഓരോ വാക്ക് പറയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പറ്റത്തില്ല. ഇന്ന് സഭകളുടെ നിലവാരം പഴയ പോലല്ല. പണ്ട് 20 പേരുണ്ടെങ്കിൽ വലിയ സഭയായിരുന്നു, ഇന്ന് 200 ഉണ്ടെങ്കിൽ കൊച്ചു സഭയാണ്. നിങ്ങളെ ദൈവം വളർത്തണം, കാര്യമായി വളർത്തണം. ഇങ്ങനെ ഇന്ന് സഭകളിൽ പൊതുവെ സാക്ഷ്യം പറയാൻ അങ്ങനെ ഒക്കത്തില്ല. കാര്യം നമ്മുടെ അംഗസംഖ്യയ്ക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ അവർ തീരുമാനിച്ചു ഇത്ര സമയം സാക്ഷ്യത്തിന് വേണം. മോനെ, രത്നം വെട്ടി പതിക്കുവാൻ അതിൽ തന്നെ പരിജ്ഞാനമുള്ളവരെ വേണം. വ്യത്യസ്ത അളവുകൾ നീ കാണിച്ചു കൊടുത്താൽ പണിയുന്നവനുണ്ട്, എഴുതി കൊടുത്താൽ പണിയുന്നവനുണ്ട്, ഈ പണി കൊണ്ടൊന്നും ഒക്കാത്തിടത്ത് പരിശുദ്ധാത്മാവിൽ പണിയുന്നവനുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ആളുകളെ ആക്കി. സഭയ്ക്കകത്തോ അപ്പോസ്തലനുണ്ട്, പ്രവാചകനുണ്ട്, ഉപദേഷ്ടാവുണ്ട്, സുവിശേഷകനുണ്ട്, പാസ്റ്ററുണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനിയും കൃപാവരങ്ങളുടെ അകത്തോട്ട് ഇറങ്ങിയാലോ, വ്യത്യസ്ത കൃപാവരങ്ങളാണ് ദൈവം ഓരോരുത്തർ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു കൃപാവരമല്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ സഭ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവിക ആരാധന സ്ഥാപിക്കാൻ ഒക്കത്തുള്ളൂ. ഇവിടെ ദൈവിക ആരാധന സ്ഥാപിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ഓക്കെ, ബലാൽക്കാരേണ കൊണ്ട് സ്ഥാപിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അരിയാരാധനകളോട് മാറി നില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയാൻ. നമുക്ക് ജഡരക്തങ്ങളോട് യുദ്ധമില്ല. ഇവിടെ നമുക്കൊരിക്കലും ജഡരക്തങ്ങളുടെ അടുക്കൽ പോയി വഴക്കുണ്ടാക്കാൻ ഒക്കത്തില്ല. പകരം അവിടെ നിൽക്കുന്ന ശക്തിയോട് മാറി നിൽക്കാൻ പറയാം. ഞാൻ കൂടെ പറയാറുള്ള ഒരു പദമുണ്ട്.
മേരി കോവൂരും കുരുവിള കോവൂരും നേരെ കഴിഞ്ഞ തലമുറയിലും സിസ്റ്റർ മേരി കോവൂരിനെ ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അവരുടെ ഭർത്താവായിരുന്നു പാസ്റ്റർ കുരുവിള കോവൂർ. ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. വലിയൊരളവിൽ എനിക്കവർ മാതൃക മനുഷ്യരായിരുന്നു. ഞങ്ങൾ അവരുടെ മാതൃക പല കാര്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. പാസ്റ്റർ കുരുവിള കോവൂർ എന്നോടൊരിക്കൽ പറഞ്ഞത്, കേരളത്തിലെ ഒരു സ്ഥലത്ത് എൻ്റെ ഓർമ്മയിൽ മാവേലിക്കര റീജിയനിൽ ഒരു 4-5 ഭ്രാന്തന്മാരുള്ള ഒരു വീടുണ്ട്. ആ വീടിനകത്ത് ചേട്ടാനിയന്മാരെല്ലാം ഭ്രാന്തന്മാർ, ഇതിനെല്ലാം പൂട്ടിയിട്ടിരിക്കുക. അപ്പം ഒത്തിരി ചികിത്സകളും ഒക്കെ നടന്നെങ്കിലും മൂത്ത ഭ്രാന്തൻ 50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. കൊച്ചിലേ മുതലേ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടാണ്. അവസാനം ആരോ ഒരാൾ അവരോട് പറഞ്ഞു, ഈ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഈ 4-5 ഭ്രാന്തന്മാരുണ്ട്, എല്ലാത്തിനും പൂട്ടിയിട്ടിരിക്കുക. ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ബാബുച്ചാൻ എന്നോട് പറഞ്ഞത്, കുരുവിള കോവൂർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ മൂത്ത ഭ്രാന്തനങ്ങ് ഇളകി പറഞ്ഞു, എടാ നസ്രാണി, വിളിയാ, എടാ നസ്രാണി, ഞങ്ങളുടെ അവകാശങ്ങൾ തന്നെ ഇവിടെ എടാ കുഴിച്ചിട്ടിരിക്കുന്നേ. നീ എന്നെ ഇളക്കാൻ വന്നതല്ലേ? ഈ മാനസിക രോഗത്തിൻ്റെ പുറകിൽ ഒരു ശക്തിയാണ്, വേറെ 2 ആരാധിക്കുന്ന ശക്തിയാണ്. ഞങ്ങളുടെ എല്ലാം കൂടെ ചേർത്ത് ഇവിടെ എടാ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. നിനക്കവിടെ ഒന്ന് ചവിട്ടാമോടാ, നീ തെക്ക് വടക്ക് വീഴും. തെക്ക് വടക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ചത്തു വീഴുക എന്നൊരു മീനിങ് ഉണ്ട്. നീ തെക്ക് വടക്ക് വീഴും, ചവിട്ടാമോടാന്ന് ചോദിച്ചു. പാസ്റ്റർ കുരുവിള കോവൂർ പറഞ്ഞ്, എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നേ, ഇങ്ങോട്ട് വന്ന വരവിനെ കാണിച്ചു തന്ന എന്നാ സൗകര്യമായി. പുള്ളിക്കാരൻ പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. അയ്യോ എന്നും പറഞ്ഞ് മൂത്ത ഭ്രാന്തൻ വീണു. 5 ഭ്രാന്തന്മാർ അന്ന് സൗഖ്യമായി. നിങ്ങൾക്ക് മനസ്സിലായി? പിശാചെ മാറി നിൽക്കെന്ന് പറയുവാൻ ആത്മാവിൻ്റെ അധികാരമുള്ളവൻ വേണം. ജഡരക്തങ്ങളോട് വഴക്കില്ല, ജഡരക്തങ്ങളോട് ശല്യമില്ല. പക്ഷെ പൈശാചിക ശക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ശത്രുവിൻ്റെ ശക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിയുന്ന വ്യക്തികൾ ദൈവത്തിന് വേണം. ആത്മയുദ്ധത്തിൽ ഇന്ന് ദൈവത്തിന് വേണ്ടത് അതാണ്. നമുക്ക് പോരാട്ടമുള്ളത്, നമ്മളവിടെ രാവിലെ കൊണ്ട് നിർത്തിയത്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ അധിപതികളോടും ഈ ശക്തികളോടും. ഇവിടെ ഒരുപാടിനം ശക്തികളുണ്ട് സത്യാരാധനയെ കവർന്നു കളയുന്നത്. ഞാനിതിൻ്റെ ഒത്തിരി വിഭാഗങ്ങളിലേക്ക് ഇറങ്ങാം, ഒരുപാട് വിഭാഗങ്ങളിലേക്ക് ഇറങ്ങാം. സത്യാരാധന നിർത്തിക്കളയുന്ന ആരെങ്കിലും ഒരാൾ ദൈവത്തെ ആരാധിച്ചാൽ മറ്റാർക്കാ ശല്യം? ഞാനിപ്പോൾ എൻ്റെ ദൈവത്തെ ആരാധിക്കുക, നിങ്ങൾക്ക് എന്നാ ശല്യം? ഒരു ശല്യമില്ലല്ലോ. പിന്നെ എന്തിനീ വഴക്കിടുന്നേ? ഇവിടെ പാടില്ല, ഇവിടെ ആരാധിക്കാൻ പറ്റുകയില്ല, ഇവിടെ പള്ളി പോകാനൊക്കത്തില്ല. എൻ്റെ ഭാര്യ പള്ളി പോകുന്ന ഭർത്താവ് സമ്മതിക്കുകയില്ല, ഭർത്താവ് പോകുന്ന ഭാര്യ സമ്മതിക്കുകയില്ല, പിള്ളേർ പോകാൻ ഒട്ടും സമ്മതിക്കുകയില്ല, അപ്പനും അമ്മയും പിള്ളേർ സമ്മതിക്കുകയില്ല. എന്തൊക്കെ കാര്യം എന്നാ? അത് എന്നാന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറയുന്ന വേറൊരു ശക്തിയുണ്ട്. എനിക്ക് പോരാട്ടമുള്ളത് ആ ശക്തിയോടാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ ആകാശത്തിലെ അധിപതിയോടും ഇവിടുത്തെ ദുഷ്ടാത്മസേനയോടും എനിക്ക് പോരാട്ടമുണ്ട്. എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ഞാൻ ഒരു പകുതി പറഞ്ഞു നിർത്തി, വേറൊരു പകുതി കൂടെ പറയട്ടെ. 1990 ആദ്യമായി ഞാൻ റെബേക്ക ബ്രൗൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പുസ്തകം വായിച്ചു. റെബേക്ക ബ്രൗൺ കേട്ടിട്ടുള്ളവർ കുറവായിരിക്കും, പക്ഷെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. സാത്താനെ ആരാധിക്കുന്ന സൈറ്റൻ വർഷിപ്പേഴ്സ് ഗ്രൂപ്പിലെ മഹാപുരോഹിതയായിരുന്നു അവൾ. സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പിലെ മഹാപുരോഹിതയായിരുന്നു അവൾ. രക്ഷിക്കപ്പെട്ടു. അവിടുന്ന് സാത്താനെ കളഞ്ഞേച്ച് അവൾ യേശുവിൻ്റെ കൂടെ കൂടി. അവൾ എഴുതിയ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ഹീ കെയിം ടു സെറ്റ് ദ ക്യാപ്റ്റീവ് ഫ്രീ എന്നൊരു പുസ്തകം എഴുതി. റെബേക്ക ബ്രൗണിൻ്റെ പുസ്തകമാണ് ഹീ കെയിം ടു സെറ്റ് ദ ക്യാപ്റ്റീവ് ഫ്രീ. ബന്ധിക്കപ്പെട്ടവരെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ യേശു വന്നു. അതിനകത്ത് പിശാച് ഒരാളിനെ എങ്ങനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യും, എങ്ങനെ അടിമയാക്കും, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു പുസ്തകമാണ്. അത് ഫുള്ളി അപ്രൂവ്ഡ് ഒരു പുസ്തകമാണ്. ആ ദിവസങ്ങളിൽ 1990കളിൽ ഭൂമിയിൽ ഈ സാത്താനെ ആരാധിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയും അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം. അതുകൊണ്ട് അതിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്നും അതിനകത്തും ദൈവജനം എങ്ങനെ രക്ഷപ്പെടണമെന്നും കാണിക്കുന്ന ഒരുപാട് പബ്ലിക്കേഷൻസും ആ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്.
അങ്ങനെ പുറത്തു വന്ന ഒത്തിരി വീഡിയോ ടേപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി ആ ദിവസങ്ങളിൽ ദൈവം എന്നെ ഒരു സഭ പണിയാൻ വേണ്ടി ആക്കിയപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ മെറ്റീരിയലും വേണ്ടിടത്തുനിന്നെല്ലാം ദൈവം എനിക്ക് എടുത്ത് തരുമായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഓക്കെ, ഇതങ്ങ് തീർന്നിട്ടാട്ടെ. അപ്പോൾ അതിനകത്ത് റെബേക്ക ബ്രൗൺ പിശാചിൻ്റെ ഒരുപാട് തന്ത്രങ്ങൾ പറയും. അതിലൊന്ന്, ഏതെങ്കിലും രീതിയിൽ യേശുവിനെ അപമാനിക്കുമെങ്കിൽ ആ അപമാനം ലൂസിഫറിൻ്റെ ആരാധനയായി ലൂസിഫർ അംഗീകരിക്കും. ഞാനും ഇവിടുത്തെ പാസ്റ്ററും കൂടെ വഴക്കാന്നിരിക്കട്ടെ. അപ്പോൾ പുള്ളി അഴുക്കാന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടം. അത് നിങ്ങൾ എന്നെ പുകഴ്ത്തുക. ഈ പുള്ളി അഴുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പുകഴ്ത്തുക. ഞങ്ങൾ തമ്മിൽ വൈരാഗ്യമുണ്ടെങ്കിൽ, ഞാൻ അഴുക്കാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തെ പുകഴ്ത്തുക. എന്നെ കുറ്റം പറയുന്നത് എന്തിനാണ്? അദ്ദേഹത്തെ പൊക്കാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അന്യോന്യം വൈരാഗ്യമുള്ളവർ. യേശു അഴുക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ലൂസിഫർ ഉയരും. ലൂസിഫറിനെ ഉയർത്തേണ്ടതിന് എനിക്ക് ലഭിക്കേണ്ട പദവി എനിക്ക് തരാതെ എന്നെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുക. ഇങ്ങനെ ക്രിസ്തുവിനുള്ള എന്തെങ്കിലും ഒന്ന് അപമാനിക്കപ്പെട്ടാൽ അത് ലൂസിഫറിൻ്റെ ആരാധനയാണ്. ഞാൻ ആദ്യം എന്തോ പറഞ്ഞത്? സത്യാരാധന, നിരന്തര ഹോമയാഗം, ബലമായി പിടിച്ചോ കബളിപ്പിച്ചു പിടിച്ചോ സാത്താന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്ത്യകാലത്തുണ്ടായി വരും. ഇപ്പം ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ യേശുവിനെ അപമാനിക്കുന്നുവെങ്കിൽ അത് ലൂസിഫറിനെ ആരാധിക്കുന്നതായി ലൂസിഫർ അംഗീകരിക്കും. ആകയാൽ ഞാൻ പൊതുലോകത്തിലേക്ക് മാത്രം പോവുക. ആദ്യമേ, പ്രത്യേകിച്ചും എറണാകുളം ഏരിയയിൽ, നിങ്ങളുടെ ഏരിയയിൽ ഉൾപ്പെടെ പ്രത്യേകിച്ചും എറണാകുളത്ത് കാത്തോലിക് പള്ളികളിൽ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന തിരുവോസ്തി അവർ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി മാറി എന്ന് പറഞ്ഞ് മാറ്റി വച്ചിരിക്കുന്നതാണ്. ഇത് കട്ടെടുത്ത് മലിന വസ്തുക്കളുടെ അകത്ത് കൊണ്ടിടും. അവൻ എന്ത് ലാഭം? ഇത് മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി പള്ളിയിലെ കപ്പിയാർക്കോ കാര്യക്കാർക്കോ താക്കോലുള്ളവർക്കോ ഒക്കെ കാശ് കൊടുത്തും അവർക്ക് കൈക്കൂലി കൊടുത്തുമാണ് ഈ സാധനം എടുക്കുന്നത്. ഇത് എടുത്തുകൊണ്ട് ഇന്ന് മലിന വസ്തുക്കളുടെ അകത്തിടും. എന്തിനു വേണ്ടിയാണ്? വലിയ പ്രശ്നമായിരുന്നു എറണാകുളത്ത്. ഇത് ന്യൂസിലൊക്കെ വന്നതാണ്. നിങ്ങളിൽ പലരും കണ്ടതാണ്. ഇതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം? ഞാനിവിടെ തേണ്ട കുറച്ച് അപ്പം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പക്കഷണങ്ങളാണ്. കുറച്ച് അപ്പക്കഷണങ്ങൾ കൊണ്ട് വെച്ചു. ഇതിവിടുന്ന് എടുത്തുകൊണ്ട് തീട്ടത്തിലിട്ടു. അതുകൊണ്ട് എന്തുകൊണ്ട്? തീട്ടത്തിലൊന്നും അല്ല, അതിനേക്കാളൊക്കെ മോശമായ സ്ഥലത്ത് വരെ ഇടും. കക്കൂസിലാണ് ആദ്യം ഇടുന്നത്. അവിടെ മുതൽ അതിനേക്കാൾ മോശമായ സ്ഥലങ്ങളിൽ വരെ കൊണ്ടിടും. ഇതുകൊണ്ട് ആർക്കെന്ത് ഗുണം? ലൂസിഫറിന് ഗുണം. എന്ത് ഗുണം? ഒരുത്തൻ യേശുവിനെ അപമാനിച്ചു. അപ്പം വാഴ്ത്തി വെച്ചത് കൊണ്ട് യേശു ആകത്തില്ല, അത് നമുക്കറിയാം. പക്ഷേ സാധാരണക്കാരൻ്റെ ചിന്തയിൽ യേശുവാണത്. അപ്പോൾ യേശുവിനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടിടുക. എൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. എൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിലൊരാൾ അതേ കൊണ്ട് ചാണകം പുരട്ടിയാലോ? എനിക്കൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ അപ്പനല്ല. ഇതേ ചാണകം പുരട്ടിയുകൊണ്ട് എൻ്റെ അപ്പന് ഒരു ദോഷവും വരത്തില്ല, അദ്ദേഹത്തിന് നോകത്തില്ല, അദ്ദേഹം ഒന്നും ഭൂമിയിലില്ല, ഇത് അറിയത്തുപോലുമില്ല. പക്ഷെ എനിക്ക് സഹിക്കത്തില്ല. കാര്യം എൻ്റെ അപ്പൻ്റെ പ്രതിരൂപം അപമാനിക്കുക. യേശുവിനെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചാൽ അത് ലൂസിഫറിനെ മാനിക്കുക. ഇന്ന് പെന്തക്കോസ്റ്റ് മണ്ഡലം നേരിടുന്നത് അവിടെ ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു ദൈവദാസനെ ഒരുത്തനെ അപമാനിച്ചാൽ ഇൻഡയറക്ട്ലി യേശുവിനെ അപമാനിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്റർ അരവിന്ദ് ഇവിടുണ്ട്. അരവിന്ദിനെതിരെ ആരെങ്കിലും ശത്രുക്കളുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ഉണ്ടെങ്കിൽ പാസ്റ്റർ അരവിന്ദിനെ കുറിച്ച് 4 ചീത്ത പരസ്യമായി പറയാമെങ്കിൽ ഇൻഡയറക്ട്ലി അത് യേശുവിനെയാണ്. കാര്യം അദ്ദേഹം ദൈവദാസനാണ്. ഞാൻ നോൺ എക്സാമ്പിൾസിലേക്ക് പോകാം. സുരേഷ് ബാബുവിനെതിരായി ആരെങ്കിലും 10 കംപ്ലൈൻറ്റ് പറഞ്ഞാൽ സുരേഷ് ബാബുവിന് അതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് യേശുവിനെ അപമാനിക്കുക. യേശുവിനെ അപമാനിക്കുന്നത് കൊണ്ട് എന്ത് ലാഭം? ലൂസിഫറിന് ആരാധനയാണ്. പിന്നെ എന്തിനാ ഈ സുരേഷ് ബാബുവിനെ ഒരിക്കൽ ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ എം എ വരീസിനെ ധാരാളം പറയുന്നുണ്ട്. ഒരിക്കൽ പരസ്യമായി ഒരാൾ ചോദിച്ചതാണ്, നീ എം എ വരീസിനെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സുരേഷ് ബാബുവിനെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്താ ഈ പറയുന്നു?
നിനക്കിവരുമായിട്ട് യാതൊരു പരിചയവുമില്ല. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും കൊടുക്കവാങ്ങലുകൾ അപാകത വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തോ ഈ പറയുന്നു? എന്തിനാ പറയുന്നതെന്ന് അവനും അറിയാൻ വയ്യ. പക്ഷേ അത് യേശുവിനെ അപമാനിക്കുക. യേശുവിനെ അപമാനിക്കുന്നത് മുഖേന നിരന്തര ഹോമയാഗം, ദൈവത്തിന് കിട്ടേണ്ട വിശുദ്ധ ആരാധന ലൂസിഫറിന് മാറുക. നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ ആത്മമണ്ഡലത്തിനകത്ത് നിരവധിയായി വ്യാപരിക്കുന്ന ഇതാണ്. മോനെ, സുരേഷ് ബാബുവിനെ നീ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ തമ്മിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ? ഇല്ല. നിനക്കെന്തെങ്കിലും വാങ്ങിച്ച് തരാനുണ്ടോ? ഇല്ല. ഞാൻ എവറസ്റ്റിനെ ഇനി മാറ്റി നിർത്തുക, തൽക്കാലം സുരേഷിനെ തൊടുക. നിനക്കെന്തെങ്കിലും തരാനുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ കുറ്റം പറയുന്നത്? നിനക്കിതുകൊണ്ട് എന്ത് ലാഭം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്തോ ഒരു ആത്മസംതൃപ്തി. മോനെ, ഈ സംതൃപ്തി ഇരുന്നത് ആരാന്നറിയാമോ? ലൂസിഫർ. ഇന്ന് സോഷ്യൽ മീഡിയാസ് വളരെയാ. ഒരു തംസപ്പ്, ഒരു ലൈക്ക് അടിച്ചു. ഒരുത്തനെ ചീത്ത പറഞ്ഞതല്ലേ, ഒരു ലൈക്ക് അടിച്ചു, മതി. ലൂസിഫറിനോട് ഒരു സ്തോത്രം പറഞ്ഞതാ. വിശുദ്ധ ആരാധന, നിരന്തര ഹോമയാഗം ദൈവത്തിങ്കിൽ നിന്ന് ബലമായി പിടിച്ച് ലൂസിഫറിന് കൊടുക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതുങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോളാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുക. ഞാൻ അടുത്തൊരാഴത്തിലോട്ട് പോവുക. ഇതുകൊണ്ട് എന്ത് സാധിക്കുന്നു? വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ദ്രവ്യാഗ്രഹികളും ദുഷ്ടന്മാരുമായി നടന്ന് ലോകപ്രകാരം ജീവിക്കുന്നവരായിരിക്കും, ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കും. അവർ പുതുദോഷം സങ്കല്പിക്കുന്നവരായിരിക്കും. പുതുദോഷം സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിരൂപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക. അതായിരിക്കാം, ഇതായിരിക്കാം, മറ്റേതല്ലേ, ഇതല്ലേ, അത് നിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞ്. ഒടുവിൽ അവർ നിങ്ങളെ വാണിഭമാക്കും. ആ പദം കേട്ടിട്ടുണ്ടോ? നിങ്ങളെ വാണിഭമാക്കും. എനിക്കറിയാം, ഞാൻ ഇത് ഒരു പൊതുസ്ഥലത്ത് നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേൾക്കേണ്ടവരും കേൾക്കേണ്ടാത്തവരും ഒക്കെ കേൾക്കും. പക്ഷെ കേൾക്കേണ്ടവരോടെങ്കിലും പറയണമല്ലോ. അതുകൊണ്ട് ഇത്ര വ്യക്തമായിട്ട് ഞാനിത് പറയുന്നത്. അവരെങ്കിലും കേൾക്കണമല്ലോ. മോനെ, എന്തിനാ നീ ഇത് പറയുന്നത്? ഞാനിത് പറയുന്നത് മറ്റോൻ പറഞ്ഞിട്ട്. അവൻ ഇതുകൊണ്ട് എന്ത് ലാഭം? എന്നെ ചീത്ത പറഞ്ഞിട്ട് ആർക്കെന്ത് ഗുണം? ഈ ദിവസങ്ങളിൽ യൂട്യൂബിനകത്ത് കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കിട്ടും. വാണിഭമാകുന്നത് ഞാനാ. ക്രിസ്തുവിനെ വിറ്റ കാശ. ദൈവദാസന്മാരെ അപമാനിക്കുക. ക്രിസ്തുവിനെയാണ് ഇവർ വിൽക്കുന്നത്. ഇവർ പറയുന്നതൊന്നും സത്യമാകണമെന്നില്ല. ഇവർ ക്രിസ്തുവിനെയാണ് വിൽക്കുന്നത്. കാശ് കിട്ടുന്നത് അവനാ. അവർ നിങ്ങളെ വാണിഭമാക്കും. ദൈവസഭയെ വാണിഭമാക്കി ദൈവത്തെ വിറ്റുകൊണ്ട് സത്യാരാധനയെ പിടിച്ചെടുത്ത് അത് ശത്രുവിന് കൊടുക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഇത് മറക്കല്ല. ഏത് ഭക്തനെതിരെ വഴക്കുണ്ടാക്കാതിരുന്നിട്ടുണ്ട്? കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ പൊക്കിക്കൊണ്ട് പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ കല്ലെറിയാതിരുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ കല്ലെറിയാതിരുന്നു. ആകയാൽ ഹാബേലിൻ്റെ രക്തം മുതൽ, ഇത് വലിയ പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഹാബേലിൻ്റെ രക്തം മുതൽ സെക്കരിയാവിൻ്റെ മകൻ്റെ രക്തം വരെ ആലയത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് ചൊരിയപ്പെട്ട സകല വിശുദ്ധ രക്തവും ഞാൻ ഈ തലമുറയോട് ചോദിക്കും. ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു തലമുറ, അങ്ങനെ ഒരു തലമുറയെ ന്യായവിധിക്ക് വേണ്ടി വെക്കുമോ? ഇല്ല. പിന്നെ യേശു എന്തോ പറഞ്ഞത്? യേശു അന്ന് നിന്നുകൊണ്ട് തൻ്റെ സമകാലികരോട് പറയുന്ന പദമാണ്, ഈ തലമുറയുടെ പ്രത്യേകത, നിങ്ങൾ ന്യായവിധിക്ക് വിധിക്കപ്പെട്ട തലമുറയാണ്. ഈ തലമുറയുടെ മേൽ ഒരുപാട് അനർത്ഥം വരും. എന്നു മുതലുള്ളതാണ്? ഹാബേലിൻ്റെ രക്തം മുതൽ. യേശുക്രിസ്തുവിന് ഏറെക്കുറെ 3000-4000 വർഷങ്ങൾക്ക് പുറകിൽ മരിച്ചുപോയതായ ഹാബേലിൻ്റെ രക്തം മുതൽ ഇന്ന് മരിക്കുന്ന രക്തം വരെ മൊത്തം ഞാൻ ഈ തലമുറയോട് ചോദിക്കും. ഈ തലമുറയുടെ മേൽ ഇത് കൂട്ടിവെക്കുക. ചില തലമുറ നാശത്തിനു വേണ്ടി വിധിക്കപ്പെട്ട തലമുറയാണ്. നമ്മുടെ തലമുറ അതിലൊന്നാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ വിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ക്രിസ്തുവിൻ്റെ നാമം അപമാനിക്കുന്നതും. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ നാമം വ്യത്യസ്ത രീതികളിൽ അപമാനിക്കുന്നതും ക്രിസ്തു ഭക്തന്മാരെ, ക്രിസ്തു ഭൃത്യന്മാരെ, ക്രിസ്തീയ ഉപദേശത്തെ വെറുക്കുന്നവരുമൊക്കെയാണ്. ഇന്ന് എനിക്കൊരാളൊരു മെയിൽ അയച്ചു. ഒറീസയിൽ നിന്ന് വന്ന ഒരു മെയിലാണ്. ഒറീസയിൽ നിന്ന് ഒരാൾ ഇന്ന് എനിക്കൊരു മെയിൽ അയച്ചു.
കാണ്ടമാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്തീയ ആക്രമണത്തിനിടയിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ മുഴുവനും ചുട്ടുകരിച്ചു കളഞ്ഞു. ഞങ്ങളുടെ കോളേജ് ഇനിയും പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു സഹായം എന്നെ കൊണ്ടൊക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് വേറൊന്ന്, എന്തെങ്കിലും ഒരു സഹായം എനിക്ക് വേണം. മോനെ, എന്തിനാടാ കോളേജ് കരിച്ചത്? എന്തിനാ കോളേജ് കരിച്ചത്? നിനക്ക് എന്ത് ദോഷമുണ്ട് കോളേജ് അവിടെ ഇരുന്നത് കൊണ്ട്? എന്തിനു ചുട്ടുകരിച്ചു? അറിയാത്ത ഒരു വൈരാഗ്യം ആത്മമണ്ഡലത്തോടുണ്ട്. പൈശാചിക ശക്തികൾക്ക് അറിയാത്ത ഒരു വൈരാഗ്യം ആത്മമണ്ഡലങ്ങളോടുണ്ട്. ഇന്ന് ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ദൈവം ന്യായവിധി അയക്കേണ്ട സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ വരവിന് തൊട്ടു മുന്നമേ ശക്തിയേറിയ ഒരു എതിർപ്പുണ്ടാകും. മഹാ ഉപദ്രവകാലമെന്ന് പറയുന്നൊന്നുണ്ട്. നമ്മളതിൻ്റെ വക്കത്ത് വന്ന് നിൽക്കുക. എത്രയോ ക്രിസ്ത്യാനികളെ ചുട്ടുകരിക്കുന്നു. എത്രയോ ക്രിസ്തീയ ദേവാലയങ്ങൾ ബുൾഡൗസർ വെച്ച് പൊളിച്ചു കളയുന്നു. എത്രയോ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ചുട്ടുകരിക്കുന്നു. ഈ നൂറ്റാണ്ട് ഭയങ്കര എതിർപ്പിൻ്റെ നൂറ്റാണ്ടാണ്. ആകയാൽ ഈ രാജ്യങ്ങളുടെ മേൽ, ഈ തലമുറയുടെ മേൽ നാശം വരും. നാശവും വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ പണ്ടെങ്ങുമില്ലാത്തതുപോലെ പകർച്ചവ്യാധികളായി, രോഗങ്ങളായി, മാരക രോഗങ്ങളായി, പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുക. ഈ തലമുറ നാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടതാ. ഈ തലമുറ ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ടതാ. പണ്ടെങ്ങുമില്ലാത്ത പോലെ ഇന്നത്തെ തലമുറ. പണ്ടൊരിക്കൽ രണ്ടുപേര് തമ്മിൽ ഉറക്കെ സംസാരിച്ചെന്നിരിക്കട്ടെ, ഒരു വഴക്കുണ്ടാക്കി. ഞാനും കർത്താവിൻ്റെ ദാസൻ്റെ കാര്യം തന്നെ എടുത്തേക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൻ്റെ വാതിൽക്ക് നിന്ന് ഞാൻ ഇങ്ങേരോട് വഴക്ക് പറയും. താൻ എന്നോട് കാണിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടോട് വഴക്ക് പറയുകയാണെങ്കിൽ, മൂന്നാമതൊരാൾ ഇതുവഴി വന്നാൽ വെറും 50 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ, വെറും 50 വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നെങ്കിൽ, മൂന്നാമതൊരാൾ വന്നപ്പോൾ പതുക്കെ പറ വല്ലവരും കേൾക്കും. ഇതിനകത്ത് പ്രായമുള്ളവരൊന്ന് ആലോചിച്ചു, ശരിയാണോ എന്ന്? അങ്ങനെ തന്നെയാണ്. ഇന്നതല്ല പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ അടിയട അവനിട്ടെന്ന് പറയും. സ്വഭാവം അങ്ങ് മാറി, കാഴ്ചപ്പാടങ്ങ് മാറി. കൊറോണയ്ക്ക് മുമ്പുള്ള ലോകമല്ല കൊറോണ കഴിഞ്ഞതോടെ. സംഗതികൾക്ക് സഡൻ ചേഞ്ചാ. ഈ ആശയം കിട്ടുന്നെന്ന് തോന്നുന്നു. പണ്ട് മിണ്ടാതിരി എന്ന് പറയുന്നവൻ ഇപ്പം പറയും ചാടി അടിക്കട, പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അടി. സ്വഭാവം മാറി. ഈ തലമുറയ്ക്ക് ഒരു വല്ലാത്ത വൈകൃതമുണ്ട്. കഴിഞ്ഞ ഒരു തലമുറയിൽ ആരണ്ടൊരാൾ ദോഷം കാണിച്ചാലും അത് അവൻ്റെ കാര്യം, ഞാൻ എന്തിനാ കയറി ഇടപെടുന്നതെന്ന് പറഞ്ഞങ്ങ് മാറും. ഇന്നതല്ല, വഴിയേ പോയത് തോണ്ടിയെടുക്കും. അതുകൊണ്ടും ഇതുകൊണ്ടും സോഷ്യൽ മീഡിയയ്ക്കകത്തിട്ട് കളിക്കുക. എന്തുകൊണ്ട്? 4 ആത്മീയരെ നിർത്താം. ഇതുകൊണ്ട് വരുന്ന 2-3 ഫലങ്ങൾ, ഇതുകൊണ്ട് വരുന്ന, ഞാൻ സോഷ്യൽ മീഡിയ മാത്രമായി ഇന്ന് ഓപ്പണായി തൊടുന്നത്, ഇതുകൊണ്ട് വരുന്ന 2-3 ഫലങ്ങൾ. ഒന്ന്, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പുതുതായി യേശുവിലേക്ക് വരുന്നവർക്ക്, പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അതല്ല, വഷളായി നടക്കുന്നവരോട് ഇപ്പോൾ വേർപെട്ടു വന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുവാൻ ഇത് ഉപയോഗിക്കും. പുതുതായി രക്ഷിക്കപ്പെടുന്നവർ, പുതുതായി യേശുവിനെ അറിയുന്നവർ ദൈവത്തിങ്കിലേക്ക് വരേണ്ട സമയമാണ്. അവർ വരാതെ വണ്ണം അവരെ തടഞ്ഞു നിർത്തുവാൻ ഇത് പ്രയോജനപ്പെടും. 2, ഈ ഭൂമിയുടെ മേൽ വരുവാനുള്ള ന്യായവിധി കൊണ്ടുവരുവാൻ ഇത് കാരണമാകും. ഇതുകൊണ്ട് എനിക്കെന്ത് ഗുണം? ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് കളിക്കാൻ പോവാം. എനിക്കെന്ത് ഗുണം? യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും. വാണിഭമായത് നിങ്ങളാ. ഞാനും നിങ്ങളും ദൈവവും വാണിഭമായി. ദൈവത്തെ അവർ വിറ്റുകൊണ്ട് അവർ 5 രൂപ കാശുണ്ടാക്കി, അല്ലെങ്കിൽ 1000 രൂപ കാശുണ്ടാക്കി അതിനു വേണ്ടി നടക്കുന്ന ഒരു കാലമാണ്. ഈ വർഷം പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടത് ഇത് ജനത്തെ പഠിപ്പിക്കുക, പറഞ്ഞു മനസ്സിലാക്കുക. ഞങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ആശയങ്ങൾ. അതുകൊണ്ട് ഒരുപാട് പേര് ജീവനും കൊണ്ട് രക്ഷപ്പെടാനുള്ളവർ രക്ഷപ്പെടട്ടെ. ഇതിൻ്റെ പുറകെ പോയാൽ നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരണം. കേൾവി സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലോ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരണം. കേൾവി സോഷ്യൽ മീഡിയയിൽ നിന്നായാലോ ജനം അതുപോലാകും. നമ്മൾ എന്ത് കേൾക്കുന്നു അതിൽ നിന്നാണ് നമ്മൾ പ്രാപിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് കേൾക്കുന്നു അതുപോലെയായിരിക്കും നമ്മൾ പ്രാപിക്കുന്നത്. ഓക്കെ, നല്ലതേതാ തീയതേതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സുരേഷ് ബാബുവിനെ തൊട്ടതുകൊണ്ട് അതേ കാര്യം തന്നെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. ചില മിനിറ്റുകൾ. ഒരിക്കൽ ബാംഗ്ലൂർ ചർച്ചിൽ സുരേഷ് ബാബുവിനെ ഞങ്ങൾ വിളിച്ചു. സുരേഷ് ബാബു പ്രസംഗിക്കാൻ വരിക. എനിക്കൊരു എഴുത്ത് വന്നു. 14 പേജുള്ള ഒരു എഴുത്ത്. 14 പേജ്. ഞാൻ അങ്ങനെ നീണ്ട എഴുത്തുകൾ സാധാരണ വായിക്കാറില്ല.
കിട്ടുമെന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിൽ ഇടുകയുള്ളൂ. അങ്ങനെ നീണ്ട എഴുത്ത് എനിക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ലേഖനങ്ങൾ ഞാൻ പൊതുവെ അങ്ങനെ എഴുതി അയച്ചാൽ വായിക്കാറില്ല. പക്ഷേ ഇത് ഒരു ദൈവസഭയുടെ ലെറ്റർ ഹെഡിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു സഭയുടെ ലെറ്റർ ഹെഡിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 14 പേജ് ഞാൻ വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു പാപിയാണ്, ആ പാപിയാണ്, ഈ പാപിയാണ്, മറ്റേ പാപിയാണ്, അവനോട് ഇത് ചെയ്തു, ഇവനോട് ഇത് ചെയ്തു, മറ്റവനോട് പറഞ്ഞു, അതുകൊണ്ട് അവനെ വിളിക്കരുത്. ഇത് തന്നെയാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. ഏറ്റവും ഇടയിൽ അവനെ വിളിക്കരുത്. ഞാൻ ആ മനുഷ്യന് തിരിച്ചൊരു മറുപടി അയച്ചു. ഞാൻ പറഞ്ഞു, സാറേ, സുരേഷ് ബാബു എൻ്റെ ആരുമല്ല. ഒന്നാമത് ഞാൻ എഴുതി, സാറേ 14 പേജുള്ള എഴുത്ത് മേലാൽ ആർക്കും അയക്കരുത്, മനുഷ്യനെ കൊല്ലല്ല, ഇതെല്ലാം വായിപ്പിച്ച് ചുമ്മാ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കരുത്. ഇത് നീ ഒരു പള്ളിയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയത് കൊണ്ട് ഞാൻ വായിച്ചു വെച്ച് ചവറ്റുകൊട്ടേ കളഞ്ഞു. അല്ലെ വായിക്കാതെ കളയായിരുന്നു പതിവ്. ഇനി സാറേ, രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതി, സാറേ, സുരേഷ് ബാബു എൻ്റെ ആരുമല്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനൊരു കല്യാണാലോചന ഇല്ല. യാതൊരു കാര്യവും എനിക്ക് സുരേഷ് ബാബുവിനോടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടൊരു ശുശ്രൂഷ നടക്കുന്നത് ഞാൻ കാണുന്നു. നാളെ നിൻ്റെ കൈ കൊണ്ട് അതിനേക്കാൾ നല്ലതൊന്നും നടന്നാൽ നാളെ നിന്നെ വിളിക്കും, സുരേഷിനെ വിളിക്കുകയില്ല. നിൻ്റെ കൈ കൊണ്ട് അതുപോലൊരു ശുശ്രൂഷ നടന്നാൽ നാളെ നിന്നെ വിളിക്കത്തുള്ളൂ, സുരേഷിനെ വിളിക്കത്തില്ല. സുരേഷ് ബാബുവിൻ്റെ അടുത്ത പാരഗ്രാഫ്, സുരേഷ് ബാബുവിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്നിടത്ത് ആയിരങ്ങളിൽ ആളുകൾ കൂടുന്നത് ഞാൻ കാണുന്നുണ്ട്. നിൻ്റെ കൺവെൻഷൻ നടക്കുന്നിടത്ത് 100കളിൽ പോലും ഇല്ല. ഇത്രയും പാപിയായ സുരേഷ് ബാബുവിനെ ദൈവം അത്രയും ഉപയോഗിക്കുന്നെങ്കിൽ നീ എന്നാ പാപി ആയിരിക്കും? മേലാൽ മനുഷ്യനെ ബോറടിക്കാൻ നീണ്ട എഴുത്തെഴുതാതെ പണി നോക്ക്. നിനക്ക് എന്തെങ്കിലും ദൈവം ശുശ്രൂഷ തന്നാൽ അന്ന് ഞങ്ങളെല്ലാം വിളിച്ചോളാം, അതുവരെ വീട്ടിലിരി. എന്നോട് തൽക്കാലത്തേക്ക് വിരോധം കാണും. പക്ഷെ നാളെ ഒരിക്കലും അവൻ വേറൊരാൾക്ക് ഇതാ എഴുതാതിരുന്നാൽ ഒരുത്തനെങ്കിലും ദൈവത്തെ ആരാധിക്കും. സത്യാരാധനയെ തട്ടിയെടുക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇന്ന് അത് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ PG വർഗീസ് ദുഃഖത്തോടെ എനിക്കൊരു കത്തെഴുതി. കത്തല്ല, അദ്ദേഹം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു. ബ്രദർ MA വർഗീസ്, കൊച്ചു പെൺപിള്ളേരുൾപ്പെടെ തീരെ മോശമായ ഭാഷയിൽ ദൈവദാസന്മാരെ നിരൂപിക്കുന്ന പുതിയ ചാനലുകൾ ഓപ്പണായി വരിക. എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, ഇത് പരസ്യമായി പറഞ്ഞ് ദൈവദാസന്മാരെ, ദൈവമക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതിൻ്റെ പുറകെ നമ്മൾ പോകുന്നത് കൊണ്ട് സാത്താൻ ആരാധന ലഭിക്കുന്നു, സാത്താൻ ആരാധന പോകും. നിങ്ങൾ വാണിഭമാകും, നിങ്ങളും നരകത്തിൽ പോവും. ഇതിന് ലൈക്കടിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പൊതുവെ ഒരു എതിർവിരോധം ഉണ്ടെന്നിരിക്കട്ടെ, എന്തിനോടെങ്കിലും ഒന്നിനോട് എനിക്ക് ഒരു അസഹിഷ്ണുത എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു വൈരാഗ്യമുള്ള റിബലിയസ് മനോഭാവം എനിക്കുണ്ടെങ്കിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കിയ കാര്യം പറഞ്ഞാൽ ഞാൻ ചൂടാവും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാര്യം എൻ്റെ അകത്ത പാപം കിടപ്പുണ്ട്, അത് ഉടനെ തലപൂക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ഇതിങ്ങനെ പറഞ്ഞു. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ 10,000 പേര് കേൾക്കുന്ന ഒരു പ്രസംഗമായിരിക്കും. ഒരുത്തം പറയുകയാണ്, ഞാൻ ഞെട്ടിപ്പോയി. മറ്റാരും ഞെട്ടാത്തപ്പോൾ നീ തന്നെ ഞെട്ടിയേ. 10,000 പേര് ഈ പ്രസംഗം കേട്ടിട്ട് ഒരുത്തനും ഞെട്ടിയില്ല, നീ ഒരാളെ ഞെട്ടിയുള്ളൂ. അപ്പം നിൻ്റെ അകത്ത് ഏതോ ഭൂതമുണ്ട്, അതുകൊണ്ടാണ്. അല്ലേ, എല്ലാവരും ഞെട്ടേണ്ടതല്ലേ? നിൻ്റെ അകത്തൊരു ഭൂതമുണ്ട്, അതുകൊണ്ടാണ് ഞെട്ടിയത്. ഭൂതബാധിതരായ ആളുകൾ ദൈവവചനത്തിന് മുമ്പിലിരുന്നാൽ പെട്ടെന്ന് ഞെട്ടും. അത് ഭൂത ശുശ്രൂഷ ചെയ്യുന്നവർക്കതറിയാം. നീ ഞെട്ടിയെങ്കിൽ നിൻ്റെ അകത്ത് ഭൂതമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഞെട്ടിയെന്ന് കേൾക്കുമ്പോൾ 4 പേര് ഇത് കാണും. ആ 4 പേര് ഇതിന് തംസപ്പടിക്കും. അതുകൊണ്ട് നിങ്ങൾ വാണിഭമാകും, സത്യാരാധന ദൈവത്തിങ്കിൽ നിന്ന് മാറും. എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആർക്കും ഇതിനോട് എതിർക്കാനൊക്കത്തില്ല. എന്നാൽ ആത്മീയനൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ ശാസിക്കാം, യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങാൻ പറയാം. ചിലത് വേരോടെ അറ്റുപോകും, ചിലത് മൂടോടെ പറഞ്ഞു പോവും. കാര്യം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നസ്രാണിക്ക് കഴിവുണ്ടേ വാടാ, ഇവിടെയാണ് ഞങ്ങളുടെ സകലതും കൂടെ കുഴിച്ചിട്ടിരിക്കുന്നത്, ഇവിടെയാണ് ആസ്ഥാനമെന്ന് പറഞ്ഞു. പക്ഷെ കുരുവിളവോ ആകെ ചെയ്തത് യേശുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞ് ഒരു കാലെടുത്ത് ആ കാണിച്ചു കൊടുത്ത് ഒന്ന് ചവിട്ടിയതേ ഉള്ളൂ. ആ ചവിട്ടിയതോടെ അതിൻ്റെ ശക്തി വിട്ടുപോയി. ആ ശക്തിയുടെ കീഴിൽ ബന്ധിക്കപ്പെട്ടവരും സ്വതന്ത്രമായി അദ്ദേഹത്തിന് സൗകര്യവുമായി. നിങ്ങളിൽ ചില ശക്തികളോട് നേരിടണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഒരു ആവറേജ് കൃപാവരമുള്ള ഒരാളിനെ ദൈവത്തിന് ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് ചില വാരിയേഴ്സ് വേണം.
ദൈവത്തിന് ചില യുദ്ധവീരന്മാർ വേണം, ദൈവത്തിന് ചില ജനറൽസ് വേണം, ദൈവത്തിന് ചില അധികാരികൾ വേണം, ദൈവത്തിന് ചില വൻകാര്യങ്ങൾ ചെയ്യുന്ന ചിലതിനെ വേണം. അവരുടെ കയ്യിൽ മാത്രമേ ദൈവത്തിന് ഇത് ഏൽപ്പിക്കാനൊക്കത്തുള്ളൂ. ആകയാൽ ആ ലെവലിലേക്ക് വളരുവാൻ ചിലരെ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ചിലരെ കൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് 11ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 11ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ സ്വന്തം പുരയിടത്തിലുള്ള, എൻ്റെ അപ്പൻ്റെ പുരയിടത്തിലുള്ള ഒരു മരത്തെ ചാരിയിരുന്ന് കരഞ്ഞു. അല്ലാതെ എന്നെ ചെയ്യാൻ 11 വയസ്സുള്ള ഒരു കുട്ടി നിക്കറുമുണ്ട്, ഒരു ഉടുപ്പുണ്ട്, ഇത് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് കരയുക. കാര്യം എങ്ങോട്ട് കയറണമെന്ന് അറിയത്തില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, യാതൊന്നുമില്ല. അവിടെ ഇരുന്ന് കരയുമ്പോൾ ഒരു നടവഴി അതിൻ്റെ അടുക്കക്കൂടുണ്ട്. സാധാരണ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രമേ അതുവഴി പോകാറുള്ളൂ, വെളിയിലുള്ള ആരും അതുവഴി വരേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു കുഗ്രാമത്തിനകത്താണ് ഞങ്ങൾ. പക്ഷെ ആരാണ്ടൊരു മനുഷ്യൻ അതിലെ വന്നു വെച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത് എനിക്കറിയാൻ വയ്യായിരുന്നു. എന്തുകൊണ്ടോ ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം 2ാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? ഞാൻ മറുപടി പറഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം എന്നോട് ചോദിക്കുകയല്ലായിരുന്നു, അദ്ദേഹം അന്യഭാഷ പറഞ്ഞു വ്യാഖ്യാനിച്ചു. ഞാൻ എൻ്റെ ആയുസ്സിലാദ്യം അന്യഭാഷ കേൾക്കുന്ന അന്ന്, സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ അന്യഭാഷ കേട്ടിട്ടില്ല. സ്നാനപ്പെടുന്ന അന്ന് ഞാൻ അന്യഭാഷ കേട്ടിട്ടില്ല. അത് സ്നാനപ്പെടുന്നത് വരെ, അത് കഴിഞ്ഞ് അന്ന് അന്യഭാഷ സംസാരിച്ചു. അദ്ദേഹം അന്യഭാഷ വ്യാഖ്യാനിച്ചു. എന്നോട് പറഞ്ഞ വാചകങ്ങൾ ചിലത് ഞാൻ ഓർക്കുന്നു. കുഞ്ഞ് ഒരു പട്ടാളക്കാരനാകും. സത്യം സത്യം സത്യം. അതിനു മുമ്പേ പട്ടാളം എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളുടെ നാട്ടിൽ തിരുവല്ലായിക്ക് അടുക്കൽ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. മല്ലപ്പള്ളി, കല്ലൂപ്പാറ, പുതുശ്ശേരി. ഞങ്ങളുടെ ഏരിയയിൽ അന്നത്തെ ചെറുപ്പക്കാർ പറയുന്നൊരു പദമായിരുന്നു, കൂറക്കാക്കി ഇട്ടവനെ കൂട്ടത്തിൽ ചേർക്കരുത്. കൂറക്കാക്കി ഇട്ടവനെ കൂട്ടത്തിൽ ചേർക്കരുത്. അന്ന് ഞങ്ങൾ വരുന്ന അത് തെറ്റിപ്പോയി. ഞാൻ കൂറക്കാക്കി ഉള്ളിലിട്ടു. കൂറയല്ല, ഞാൻ നല്ല കാക്കിയായിട്ട് ഓക്കെ പറഞ്ഞതാണ്. എന്നോടാ പറയുന്നത് കുഞ്ഞൊരു പട്ടാളക്കാരനാകുമെന്ന്. എനിക്കിഷ്ടമുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല. പക്ഷേ എന്നോട് പറഞ്ഞ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കുഞ്ഞൊരു പട്ടാളക്കാരനാകും. 2, കുഞ്ഞ് ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഒരുപോലെ പോരാടുന്ന ഒരു പട്ടാളക്കാരനായിരിക്കും. ദൈവിക പട്ടാളത്തിലുമുണ്ട്. 3, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും. 4, അതാണ് കുഞ്ഞിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്? ഒരു പട്ടാളക്കാരനാകാനാണ്. ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഒരുപോലെ പട്ടാളത്തിൽ യുദ്ധം ചെയ്യുന്ന കാക്കിയിടാനാണ് എന്നെ വിളിച്ചത്. അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കേൾക്കുക അല്ലാതെ എനിക്ക് അതിനകത്ത് വേറെ മാർഗമില്ല. വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വാര്യാപുരം യോഹന്നാച്ചായൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ എന്നോടൊരു പ്രവചനം പറഞ്ഞു. ആ പ്രവചനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരുമാതിരി ആത്മീയരെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫുൾ കേട്ടവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനല്ലാതെ. തിരുവനന്തപുരത്ത് വെച്ചാണ് അച്ചായൻ ആ ദൂത് പറയുന്നത്. പാസ്റ്റർ PD ജോൺസൻ്റെ ചർച്ചിൽ വെച്ചാണ്. ഞാൻ അന്ന് വരെ തിരുവനന്തപുരം പട്ടണം കണ്ടിട്ടില്ല. ഞാൻ തിരുവല്ല വരെ ഉള്ളൂ യാത്ര ചെയ്തിട്ടുള്ളത്. കാര്യം സ്നാനപ്പെട്ടന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുവിന് എവിടെ പന. തിരുവല്ല വരെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിനപ്പുറത്തോട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് തിരുവനന്തപുരം കാണണമെന്നൊരാശയുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് വാര്യാപുരം യോഹന്നാച്ചായൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. PD ജോൺസൻ്റെ ചർച്ചിലാണ്. എനിക്ക് PD ജോൺസനെ കാണണമെന്ന് ആശയുണ്ട്, വാര്യാപുരം യോഹന്നാച്ചനെ കാണണമെന്ന് ആശയുണ്ട്, തിരുവനന്തപുരം കാണണമെന്ന് ആശയുണ്ട്. ഇത് 3ഉം കൂടെ ഒത്ത് അങ്ങ് പാവെന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. വാര്യാപുരം യോഹന്നാച്ചായൻ അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ ടോപ്പ് മോസ്റ്റ് ആയിരുന്നു. ആ പേര് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? കൈയൊന്ന് കണ്ടോട്ടെ. ഒത്തിരി പേരുണ്ട്. ഓക്കെ, കൈ തന്നിട്ടുണ്ട്. വാര്യാപുരം യോഹന്നാച്ചായൻ ആ തലമുറയിൽ ജീവിച്ചിരുന്ന ശക്തന്മാരിൽ ഒരാളാണ്. അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഉണർവിൻ്റെ ജ്വാല ഉയരും. അത് കത്തിപ്പടർന്ന് വടക്കോട്ട് യാത്ര ചെയ്യും. ഇതേ സമയം വടക്ക് നിന്ന് നശീകരണത്തിൻ്റെയും പീഡനത്തിൻ്റെയും വാളുയരും. അത് വെട്ടി തകർത്തുകൊണ്ട് തെക്കോട്ട് യാത്ര ചെയ്യും. ഈ വാളും ജ്വാലയും തമ്മിൽ കൂട്ടിമുട്ടും. അന്ന് ഈ വാളിനെ ജ്വാല ദഹിപ്പിക്കും. തുടർന്ന് ഭാരതം സുവിശേഷീകരിക്കും. നീ അതിനകത്തുണ്ടായിരിക്കും. ഒരു ഉണർവിന് വേണ്ടി ദൈവം നിന്നെ കൊണ്ടുവന്നു. അരക്കിട്ട് ഉറപ്പിച്ച ചില ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവം എന്നെ വിളിച്ചത്, 1, ദൈവത്തിന് വേണ്ടി പട്ടാള സേവ ചെയ്യാനാണ്. ലോകത്തിൻ്റെ പട്ടാളവുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവം ഇത് പറഞ്ഞത്. 2, എൻ്റെ ആയുസ്സിൽ ഇത് നടന്നേ മതിയാകൂ.
ഈ ദൂതിന് ശേഷം അദ്ദേഹം രണ്ടാമത്തെ ദൂത് പറഞ്ഞത് പാസ്റ്റർ പി ഡി ജോൺസണോടാണ്. ആ ദൂതും കൂടെ ഞാൻ പറഞ്ഞേക്കാം, അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് ദൂത് പറഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി അടുത്ത ദൂത് പാസ്റ്റർ പി ഡി ജോൺസണോടാണ് പറഞ്ഞത്. പി ഡി ജോൺസൻ്റെ തോളത്തോട്ട് കൈവച്ചുകൊണ്ട്, എൻ്റെ തോളത്തൊന്നും അദ്ദേഹം കൈവച്ചില്ല. അന്ന് ഭാര്യാവിനെ അച്ഛൻ മീറ്റിംഗ് നടത്തുന്നിടത്ത് ഈ മണ്ണെന്നുള്ള ഇടട്ടാൽ താഴത്തില്ലെന്ന് പറയുന്ന പോലെ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും. അച്ഛൻ ഇതിന് ഇടയ്ക്കൂടെ കയറത്തില്ല, ഈ ആളുകളുടെ ഇടയ്ക്കൂടെ ഞെക്കാൻ വരത്തില്ല. അദ്ദേഹം വരുന്നത് നടന്നു പോകാവുന്ന ഒരു അകലത്തിൽ വന്ന് നിൽക്കും. അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുടയ്ക്കുന്ന ഒരു ടർക്കി ടവൽ ഇപ്പോഴും കയ്യിൽ കാണും. ഈ ടർക്കി ടവൽ ചുരുട്ടി ഒരു തല തലയിലോട്ട് ഒരൊട്ടയേറി വെച്ചു കൊടുക്കും. ആരുടെ തലയിൽ ഈ ടർക്കി ടവൽ വീണോ അവനതും കൊണ്ട് എഴുന്നേറ്റ് വേണം. അവൻ ഈ റഷ്യനകത്തൂടെ തള്ളിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നേ വരണം. അങ്ങനെ ആളുകൾ ക്യൂവിലുണ്ട്. അദ്ദേഹത്തോട് ദൂത് പറയും. അങ്ങനെയാണ് എൻ്റെ തലയിൽ ടർക്കി ടവലായിരുന്നു, അതുകൊണ്ടാണ് എന്നോട് ദൂത് പറഞ്ഞത്. പക്ഷേ പി ഡി ജോൺസൺ പാസ്റ്റർ സ്റ്റേജിലിരിക്കുക. അദ്ദേഹം തിരിച്ച് സ്റ്റേജിലോട്ട് കയറി പി ഡി ജോൺസൺ പാസ്റ്ററുടെ തോളത്തോട്ട് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇരുണ്ട ഭൂഖണ്ഡത്തിലെ കിരാത രാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടലുണ്ട്, അവിടെ വച്ച് നീ അന്ത്യവിശ്രമം കൊള്ളും. പാസ്റ്റർ പി ഡി ജോൺസൺ ഇവിടെ നിന്ന് ഇരുണ്ട രാജ്യം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയ്ക്ക് പോയി അത്ഭുത വിടുതലുകൾ നടന്നു. അത്ഭുത വിടുതലുകൾ, അതിശക്തമായ വിടുതലുകൾ നടന്നു. ആ വിടുതലുകൾ നടന്നു. ഒരു കൺവെൻഷനിൽ ഒരുപാട് വീൽ ചെയറുള്ള രോഗികൾ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ. അന്ന് രാത്രിയിൽ താമസിക്കുന്ന ഹോട്ടലിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് വരാത്തത് കൊണ്ട് ആളുകൾ പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് തുറന്നു നോക്കിയപ്പോൾ ടോയ്ലറ്റിനകത്ത് മരിച്ചിരിപ്പുണ്ട്. ഇരുണ്ട ലോകത്തിൻ്റെ കിരാതരാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടൽ, അവിടെ വെച്ച് നീ അന്ത്യവിശ്രമം കൊള്ളും. അതായിരുന്നു പി ഡി ജോൺസൺ. ആ ദൂത് ശരിയായതുപോലെ എന്നോടുള്ള ദൂതും ശരിയാകണം. എനിക്ക് പട്ടാളത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഞാൻ എയർഫോഴ്സിലെ ഏറ്റവും താണ ജോലിക്കാരിൽ ഒരുത്തനായിട്ടാണ് പോയത്. 10ാം ക്ലാസ്സും പഠിച്ച ഏറ്റവും താണ ജോലിക്കാരിൽ ഒരാളായിട്ടാണ് പോയത്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ എനിക്ക് 3 പേർ യൂണിഫോം തന്നു, കാക്കി യൂണിഫോം. പക്ഷെ ഇടാനൊക്കത്തില്ല. ഒരു തീരെ താണ കാൻവാസ് ഷൂ തന്നു, ഒരു പെയർ കാൻവാസ് ഷൂ തന്നു. നല്ല ലെതർ കൊണ്ടുള്ള ഒരു പെയർ ഷൂസും തന്നു. ലെതർ ഷൂ ഇടാൻ അനുവാദമില്ല, കാക്കി യൂണിഫോം ഇടാൻ അനുവാദമില്ല. അതൊക്കെ പിന്നെ എല്ലാ പട്ടാളക്കാരും നടക്കുന്നത് പോലെ സ്റ്റെപ്പ് വെച്ച് മാർച്ച് ചെയ്യാൻ പഠിക്കുന്നത് വരെ ഇതിടാൻ പറ്റത്തില്ല. തുടക്കം നിനക്ക് സർട്ടൻ ട്രെയിനിങ് കിട്ടണം. എല്ലാവരും നടക്കുമ്പോഴെങ്ങനെ നടക്കണം അതുപോലെ നീ നടക്കാൻ പഠിച്ചെങ്കിലേ ഈ കാക്കി യൂണിഫോം ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് കാക്കി യൂണിഫോം ഇടാത്തത് കൊണ്ട് ദുഃഖിക്കുന്നവർ കാണും. മോനെ നിനക്ക് ട്രെയിനിങ് കിട്ടിയില്ല, എന്നെ ചെയ്യാനാ സോഷ്യൽ മീഡിയക്കാരൻ ഞങ്ങൾക്കാർക്കും വെളിപ്പെടുത്താത്തത് അവനെങ്ങനെ വെളിപ്പെടുന്നു? മോനെ നിനക്ക് ട്രെയിനിങ് കിട്ടിയില്ല, ഞാനെന്തോ ചെയ്യാനാ? നീ അതിന് പോയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഇതിന് ശേഷം തോക്ക് കാണിച്ച് ലെക്ചറൊക്കെ തരും, പക്ഷെ കൈ കൊണ്ട് തൊടാൻ സമ്മതിക്കത്തില്ല. ഇത് എടുത്തുകൊണ്ട് നടന്നാൽ താഴെ വീഴാതെ എങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പഠിപ്പിച്ച ശേഷം മാത്രമേ തോക്ക് എടുത്തുകൊണ്ട് നടക്കാൻ അനുവാദമുള്ളൂ. വെടിവെക്കാൻ ഉണ്ട തരുന്നതിന് മുന്നമേ ഉന്നമെടുക്കാൻ ആദ്യം പഠിപ്പിക്കും. അത് പഠിച്ച ശേഷമേ വെടി ഉണ്ട കൈ തരത്തുള്ളൂ, അല്ലെ വല്ലവൻ്റെയും തലയ്ക്ക് വെടിവെക്കും. ഇത് വരാതിരിക്കാൻ വേണ്ടി ട്രെയിനിങ് കിട്ടുന്നതിനനുസരിച്ച് ഒരാളിനെ ഉപയോഗിക്കും. നിങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടുവാൻ ഒരു യോഗ്യമായ സഭയിൽ ദൈവം നിങ്ങളെ ആക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ട്രെയിനിങ് തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. ഓരോ ലെവൽ പരിശുദ്ധാത്മാവിൽ ഉയരുവാൻ, ഓരോ ലെവൽ ആത്മാവിൻ്റെ പ്രവർത്തികൾ കാണുവാൻ, അത് മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിന് ഒത്തവണ്ണം പുത്തൻ ശുശ്രൂഷകളിലേക്ക് ദൈവം ഇറക്കി. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ ഒരു വലിയ അളവ് വരെ കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് പദവി തന്നു. അങ്ങനെ നിന്നതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ്ത് സഭ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ദൈവം ആലോചിച്ച് താങ്ക് യു. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ്ത് സഭ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് ദൈവം ആലോചിച്ച് ഒടുവിൽ തീരുമാനിച്ചു, എം എ വർഗീസിൻ്റെ ഏൽപ്പിച്ചേക്കാം. ആയിരത്തി 1990 ആരംഭത്തിങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഏറെക്കുറെ 95-96 ലോകത്തിലെ ഏറ്റവും വലിയ മലയാളം സ്പീക്കിംഗ് പെന്തക്കോസ്റ്റൽ ചർച്ച്, മലയാളികളുടെ പെന്തക്കോസ്ത് സഭ എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ കൂടെ എൻ്റെ സഭ പറയാറുണ്ടായിരുന്നു, താങ്ക് യു. ഇംഗ്ലീഷിൽ നല്ലൊരു ഫ്രേസ് ഉണ്ട്, ടു ബിക്കം നമ്പർ 1 ഈസ് ഓൾ റൈറ്റ്.
ഒന്നാമനാകുന്നത് ഒരു നല്ല കാര്യം, നടക്കും. പക്ഷെ ടു റിമെയിൻ നമ്പർ 1 ഈസ് എ ചലഞ്ച്. ഒന്നാമനായി തുടരുന്നത് എളുപ്പമല്ല. കാര്യം ഈ ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ കാണും. ടു ബിക്കം നമ്പർ 1 ഈസ് ഓൾ റൈറ്റ്, ബട്ട് ടു റിമെയിൻ നമ്പർ 1 ഈസ് ഡിഫിക്കൽട്ട്. ദൈവത്തിൻ്റെ കരുണയാൽ 1990-കളുടെ ഏറെക്കുറെ മധ്യഭാഗത്തോടു കൂടെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ചായി മാറിയെങ്കിൽ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ആ സ്ഥാനത്ത് തുടരുവാൻ കർത്താവ് കൃപ തന്നു. എന്തായിരിക്കും കാര്യം? ആത്മയുദ്ധം ഇതിനകത്തെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. നിങ്ങളുടെ ചർച്ചിന് അതിനൊരു വിളിയുണ്ട്, നിങ്ങളുടെ ചർച്ചിന് അതിനൊരു മാൻഡേറ്റ് ഉണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുള്ളതായ വേക്കൻസികൾ കൂടുതലാണ്, അതിനുള്ള വേക്കൻസികൾ കൂടുതലാണ്. ഈ ദിവസങ്ങളിൽ ആ സ്ഥാനത്തേക്കൊന്ന് ഉയരെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചേച്ച് നസ്രായനാകുന്ന യേശു പറഞ്ഞു, ഞാൻ ജയാളിയാകയാൽ എന്നെ അനുഗമിക്ക്, നിങ്ങൾ എന്നെ അനുഗമിക്ക്. ലോകം എന്ത് പറയുന്നല്ലോ നിങ്ങൾ നോക്കണ്ട. യേശുവിനെ കല്ലെറിഞ്ഞാൽ, ദൈവദാസന്മാരെ കല്ലെറിഞ്ഞാൽ ആരാധന ലൂസിഫറിനായി മാറുമെന്നതിനാൽ ആയിരങ്ങളെ പിശാച് അതിനുവേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ചിലർക്ക് പറയാമോ, ഞങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. ഞങ്ങൾ പോരാടുന്നത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് പോരിടുകയാണ്. പക്ഷെ വാഴ്ചകളോട് പോരിടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആ വാഴ്ചകൾക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിലൊരു ബലഹീനവശമുണ്ടെങ്കിൽ രക്ഷപ്പെടത്തില്ല. അവൻ എഴുത്ത് തവിട്ടും. നിങ്ങളിലൊരു ബലഹീന വശം ഇല്ലെങ്കിൽ അവൻ മുട്ടുമടക്കി കീഴടങ്ങും. ചില ദേശശക്തികളെ കീഴടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ആത്മയുദ്ധത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഞാൻ കൊടുക്കട്ടെ. ഡയറക്റ്റ് ഞാൻ സ്പിരിച്വൽ വാർഫെയറിലോട്ട് കയറുന്നില്ല, കാര്യം തീരെയില്ല, ഒരുപാടുണ്ട്. തന്നെയല്ലത് കർത്താവദാസൻ എടുക്കട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ച പല ആംഗിളുകളിൽ കൂടെ മാത്രം ഞാൻ പോവുക. ഞാൻ ഒന്നാമത്തേത് ആവർത്തിച്ച് പറഞ്ഞു, നമ്മിൽ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ ആത്മയുദ്ധത്തിൽ നാം പരാജയപ്പെടും. അവർ പരാജയപ്പെട്ടിരിക്കും. ലോകത്തിൽ ആരംഭിച്ച് അനേക ഉണർവുകൾ പരാജയപ്പെടാൻ കാരണം അവരിലെല്ലാം ഒരു ബലഹീനത വന്നതാണ്. ആരുടെ തലയിലായിരുന്നു ഒരു തീഗോളം ഇറങ്ങി നിന്നത്? ആളുടെ പേര് ഓർക്കുന്നുണ്ടോ? അസൂസ സ്ട്രീറ്റ് മൂവ്മെൻറ്റിൽ പെന്തക്കോസ്റ്റിൻ്റെ ഒന്നാമത്തെ ഉണർവുണ്ടായി വ്യാപരിച്ചതോടുകൂടെ ആ മനുഷ്യൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വില്യം, ഓർക്കുന്നോ? ആ പേര് ഞാൻ പറഞ്ഞു, ഒരു വില്യം ചേർത്തൊരു പേരാ. അദ്ദേഹത്തിൻ്റെ തലയിലൊരു തീഗോളം ഇറങ്ങി നിന്നു. പെന്തക്കോസ്റ്റ് നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. പക്ഷെ അതെല്ലാവർക്കും കാണാമായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിൽ ഒരു തൂണ് പോലെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഏറെക്കുറെ ഒരു ചാൺ നീളത്തിൽ കൂടുതലുള്ള ഒരു തീഗോളം അദ്ദേഹത്തിൻ്റെ തലയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. ദൈവം അന്ന് ഉപയോഗിച്ച മനുഷ്യനാണ്. പക്ഷെ ദിവസങ്ങൾക്കകം അദ്ദേഹം വീണുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏലിയാവാ. ഒറ്റയടി അങ്ങ് തിരിഞ്ഞു, ഞാൻ ഏലിയാവാ. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ എല്ലാവരും കേട്ടേ പറ്റൂ. വീഴാൻ കാരണം അതാ. പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഉഴപ്പിപ്പോയി. പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് പോകാനുള്ള കാരണം ഒന്ന്, നേതാക്കന്മാരുടെ ജീവിതത്തിൽ അഹങ്കാരം. നേതാക്കന്മാരുടെ ജീവിതത്തിൽ വട്ടിക്കോൾ അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയാതെ വന്നത് പല കാര്യങ്ങൾ, അത് വീണു. സഭ, ഇതിൻ്റെ കോർ മെമ്പേഴ്സ്, എല്ലാവരെയും ഒന്നും പറയാനൊക്കത്തില്ല പാസ്റ്ററെ. ഇത് കേവലം മനുഷ്യാലോചനയല്ല, കുറേ കൂടെ ദൈവാലോചനയാണ്. ഇതിൻ്റെ കോർ മെമ്പേഴ്സായി മുന്നോട്ട് നിൽക്കുന്നവർ സകല ദൈവിക വിശുദ്ധിയിലും ദൈവിക ഉപദേശത്തിലും അതിൻ്റെ ആഴത്തിൽ പണിയപ്പെടട്ടെ. ഇന്ന് അതിന് സമർപ്പിക്കുന്ന നിങ്ങളുടെ കോർ ലീഡേഴ്സിനെ ദയവായിട്ട് എൻ്റെ കയ്യിൽ തരണം. ഞാൻ അവരുടെ മേൽ കൈവച്ചേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് എൻ്റെ 79ാമത്തെ വയസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നതിനകത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാനും എൻ്റെ മൂത്ത മോനും കൂടെയാണ് മലയാളം സെക്ഷനിൽ നിന്ന് നോക്കുന്നത്. കഷ്ടകാലത്തിന് അല്ല നല്ല കാലത്തിന് ഞാനിന്നിവിടെയാണ്. എൻ്റെ മൂത്ത മകനും അവൻ്റെ ഭാര്യയും കൂടെ ഇന്ന് ഓസ്ട്രേലിയയിലാണ്. അവന് 2 മക്കളുണ്ട്, അവരും ചർച്ച് മിനിസ്ട്രിയിലാണ്. മൂത്തവൻ അമേരിക്കയിലാണ്, ഇളയവൻ ഇന്ന് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഇതാ ഞങ്ങളുടെ സ്ഥിതി. എൻ്റെ ഭാര്യ മാത്രമുണ്ട്. ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു, ശവസംസ്കാരം നടക്കണം. ഞാൻ പറഞ്ഞു, മോന് വെള്ളിയാഴ്ച രാത്രിയിലെത്തി. ഞാൻ തൽക്കാലം ഈ കൺവെൻഷൻ ക്യാൻസൽ ചെയ്യുന്നില്ല. ഇതെല്ലാം ചെറിയ മീറ്റിങ്സ്, ഇത് ചെറിയ മീറ്റിങ്ങാണ്. ഞാൻ നാളെയും മറ്റന്നാളും ഒക്കെ പോകുന്ന ചെറിയ മീറ്റിങ്സാണ്. പക്ഷേ ഞാനിത് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ശവം തൽക്കാലത്തേക്ക് മോർച്ചറിയിലോട്ട് വെക്കുക.
വെള്ളിയാഴ്ച രാത്രിയിൽ മൂത്തമ്മൻ ബാംഗ്ലൂരിലെത്തും, ശനിയാഴ്ച ശവമടക്കിക്കോ, ഞാൻ വരത്തില്ല. ആ വീട്ടുകാരോട് പറഞ്ഞേക്ക്, സോറി എന്ന് പറഞ്ഞേക്ക്. ആ വീട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ വീട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മദ്യപാനത്തിൻ്റെ ലഹരിയിൽ നശിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വിടുവിച്ചു. ഒരു ഗോപാലനെ ദൈവം വിടുവിച്ചു. മൂക്കറ്റൻ കുടിച്ചേച്ച് അന്ന് രാത്രിയിൽ ഭാര്യയും മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഗോപാലനെ തമ്പുരാൻ വീട്ടിൽ കൊണ്ടു തന്നു. അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. എല്ലാവരും കാണുന്നത് പോലെ ഞാൻ ഗോപാലനെ കണ്ടു. ഗോപാലൻ എന്നേക്കാൾ മൂത്തതാണ്. ഗോപാലനെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിഭയങ്കര ഭക്തനാണ്. അവൻ ഭക്തൻ ഇൻ ദ സെൻസ് മനുഷ്യനോടുള്ള റെസ്പെക്റ്റ്. എന്നോട് പറഞ്ഞു, സാറിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കത്തില്ല. എന്നേക്കാൾ മൂത്തതാണ്. സാറിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കത്തില്ല, നിന്നോളാം. എൻ്റെ ഭാര്യ പറഞ്ഞൊരു ഇച്ചിരി ചായ കുടിക്കത്തില്ല. ഞാൻ ചായ കുടിക്കത്തില്ല. എന്താ, ഞാൻ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ നിന്ന് കറങ്ങുക. ഞാൻ പറഞ്ഞു, ഗോപാലനെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. ഗോപാലൻ ദീർഘദിവസങ്ങൾ ജയിലിൽ കിടന്നയാളാണ്. എന്തിനാ കിടന്നതെന്നും പറയാം. ഒരു IAS ഓഫീസറെ പിടിച്ച് തല്ലിയാനാണ്. ഒരു IAS ഓഫീസറെ പിടിച്ച് തല്ലിയാനാണ്. ആ IAS ഓഫീസർ പിന്നത്തേതിൽ ഒരു 1-2 പ്രൊമോഷനും കൂടെ കഴിഞ്ഞ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സീനിയർ മോസ്റ്റ് IAS ആയി മാറി. ആ മനുഷ്യനെ പിടിച്ച് തല്ലിയതാണ് ഗോപാലൻ. ആ ഗോപാലനാണ് കള്ളു കുടിച്ച് ലക്കില്ലാതെ ചെയ്തതാണ്. അവസാനം കുടുംബത്തെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിൽ വന്നു സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഗോപാല, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടുവിക്കും. നീ മദ്യപാനം ഒഴിവാക്ക്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എന്നോട് ചോദ്യം, എന്നെ ദൈവത്തിന് സഹായിക്കാമോ? ഞാൻ പറഞ്ഞു, അതെ സാറേ, എൻ്റെ കൂടെ അടുത്ത മൈതാനം വരെ ഒന്ന് വരണം. എൻ്റെ കാറേ സാറ് വരണം. ഞാൻ പറഞ്ഞു, ഗോപാലൻ്റെ കൂടെ ഞാൻ എങ്ങും വരുന്നില്ല, കാര്യം പറ. ഒരു അംബാസഡർ കാറുണ്ട് അദ്ദേഹത്തിന്. ടാക്സി ഓടിക്കുന്ന അംബാസഡർ, അങ്ങരുടെ അല്ല, ആരാണ്ടയുടെ കാറാണ്. അദ്ദേഹം ടാക്സി ആയിട്ട് ഓടിക്കുന്നതാണ്. എൻ്റെ കൂടെ ഗ്രൗണ്ട് വരെ വരണം. ഞാൻ പറഞ്ഞില്ല ഗോപാല, ഞാൻ വരത്തില്ല. എന്താ, ഞാൻ കുടിച്ചത് കൊണ്ട് ഓട്ടം തെറ്റുവന്നുകൊണ്ടാണോ? സാറ് ചാവി പിടിക്കുക, സാറ് ഓടിക്കുക. എനിക്ക് സാറിനെ മൈതാനത്ത് കിട്ടണം ഒറ്റയ്ക്ക് എൻ്റെ കാറുമായി. അവസാനം മൈതാനത്ത് ചെന്നു. ഡിക്കി ഇങ്ങോട്ട് തുറന്നു. വെട്ടുകത്തി, മഴുവ്, അന്ന് രാത്രി വെട്ടിക്കൊല്ലാനാ. ആസിഡ് എല്ലാം ഒഴിച്ചേച്ച് പറഞ്ഞു, ഇന്ന ലേക്കിനകത്ത് ഓടിച്ചിറക്കാൻ. ആ ലേക്കിൻ്റെ വട്ടത്തിൽ കുറേ കല്ലുകൾ വെച്ചിട്ടുണ്ട്, വണ്ടിയൊന്നും കയറി വരാതിരിക്കാൻ. 2 കല്ല് ഇളക്കി ഇട്ടേച്ചാൽ ഞാൻ വന്നിരിക്കുന്നേ. ചാടാൻ വന്നതാ. എന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയുമോ? ഞാൻ പറഞ്ഞു, അതേ ഗോപാല. സാറേ, ഇന്നു മുതൽ ഗോപാലൻ മദ്യപിക്കത്തില്ല. അത് പിന്നെ മദ്യപിച്ചിട്ടില്ല. ദൈവം ട്രാസ്റ്റിക്കായിട്ട് മനുഷ്യനെ ഉപയോഗിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് അന്ന് എനിക്ക് കിട്ടേണ്ട 1-2 സാങ്ഷൻസ് ഉണ്ട്. ഞാൻ ആവുന്നത് ശ്രമിച്ചിട്ട് കിട്ടത്തില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഗോപാലൻ പറഞ്ഞത്, പാസ്റ്ററേ, എൻ്റെ പഴയ സാറ്, ഞാൻ കള്ളുകൂടി നിർത്തിയെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. ഇന്ന് അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു. ആ സാർ ഇവിടെ വരുന്നുണ്ട്. ആരാ? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. അദ്ദേഹം ബാംഗ്ലൂർ വരുന്നുണ്ട്. സാറിൻ്റെ പേപ്പർ അങ്ങേരങ്ങ് ചെയ്തു തരും. എൻ്റെ കൂടെ വാ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പേപ്പറും എടുത്തുണ്ട് ഗോപാലൻ ബ്രദറിൻ്റെ കൂടെ പോകുന്നത്. ചെന്നു, സൈഫളാ. സാറിൻ്റെ അടുത്തൂടെങ്ങും പാനൊക്കത്തില്ല, സെക്യൂരിറ്റികൾ അതുപോലെയാണ്. സൈഫള സാറിനെ ഗോപാലൻ കയറി കണ്ടേച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. ആ സാറ് ഇറങ്ങി വന്നു എന്നോട് പറഞ്ഞു, നിങ്ങളാണോ എൻ്റെ ഗോപാലനെ ചേഞ്ച് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞാനല്ല സാർ, ദൈവമാണ് ചേഞ്ച് ചെയ്തത്. മൈ അപ്രീസിയേഷൻ, എൻ്റെ അഭിനന്ദനങ്ങൾ എൻ്റെ ഗോപാലനെ ചേഞ്ച് ചെയ്തതുകൊണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ പറ. ഞാൻ പറഞ്ഞു, ഉണ്ട് സാർ, എൻ്റെ ഒരു ആപ്ലിക്കേഷനുണ്ട്, ഇനി തന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ വിശദീകരണം പറഞ്ഞു. എനിക്കൊരു വിശദീകരണവും കേൾക്കണ്ട, ഫോം നമ്പർ കണ്ടാൽ എനിക്കറിയാം. ഞാൻ 1 മണിക്കൂർ കൊണ്ട് വിശദീകരിക്കുന്ന അദ്ദേഹത്തെ ഫോമിൻ്റെ മുണ്ടയ്ക്ക് എഴുതിയിരിക്കുന്ന നമ്പർ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഒരു വിശദീകരണവും വേണ്ട, ഫോം നമ്പർ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, ഇത് തീർത്തേച്ച് ബാക്കി എന്തേലും പണിക്ക് പോയാൽ മതി. കഴിഞ്ഞു. അതാ ഗോപാലൻ. ആ ഗോപാലൻ്റെ ഒറ്റ മോനാണ് മരിച്ചതെന്ന്. ഗോപാലൻ മരിച്ചു. ഗോപാലൻ ഒറ്റ മോനേ ഉള്ളൂ, അവനാണ് ഇന്ന് മരിച്ചത്. ഷിനം പറഞ്ഞത്, ഈ 2-3 ദിവസത്തെ മീറ്റിങ്ങുകൾ മാറ്റിവെക്കുക. ഞാനിത് മാറ്റത്തില്ല. ശവസംസ്കാരം മാറട്ടെ. എന്തിനു വേണ്ടി?
കമ്മിറ്റ്മെൻറ്റ് ആഴത്തിൻ്റെ ആഴത്തിൽ. ദൈവത്തിന് സ്ഥലത്ത് ഏതാണ്ട് ചെയ്യാനുണ്ട്. ദൈവത്തിന് സ്ഥലത്ത് ഏതാണ്ട് ചെയ്യാനുണ്ട്. ദൈവത്തിനിവിടെ ചെയ്യേണ്ടതിന് വേണ്ടി വാഴ്ചകളെയും അധികാരങ്ങളെയും വിരൽ ചൂണ്ടി കീഴടക്കാൻ എതിരികൾ ധാരാളം ഉയരും. എതിരികൾ അങ്ങേയറ്റം ഉയരും. അതിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറവാൻ, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളം നാർക്കുവാൻ 300 പേരുള്ള ഒരു പട്ടാളത്തെ വേർതിരിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് ചിലതിനെ വേർതിരിക്കാനുണ്ടെന്ന്, അതിൽ ചിലരുടെ മേൽ കൈവെക്കുവാൻ ഇന്ന് രാത്രിയിലൊരു നിയോഗമുള്ളതിനാൽ ഞാൻ ആവർത്തിച്ച് അകത്തോട്ട് ഇറങ്ങുകയാണ്. വേർപാടിൻ്റെ അങ്ങേ അറ്റം, അവിടെ മുതൽ ജീവിത വിശുദ്ധി, വിശ്വാസത്തിൻ്റെ വിശുദ്ധി, ഉപദേശത്തിൻ്റെ വിശുദ്ധി, ഇവയെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുപോകുവാൻ നിയോഗമുള്ള ചിലർ ഈ ഇരിക്കുന്ന സമയം തന്നെ നിങ്ങളുടെ ഹൃദയം വിളിച്ചു പറയുന്ന, ശരീരം തിരിച്ചറിയുന്ന ഒരു അനുഭവം അങ്ങനെയുള്ളവർക്കുണ്ട്. ആ പ്രിയപ്പെട്ടവരുടെ മേൽ കരം വെച്ചാൽ എല്ലാവരും നിന്നെന്ന് വരത്തില്ല, നിൽക്കുന്ന കുറേ പേര് കാണും. സ്വർഗം അവരെ ഉപയോഗിക്കും. അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തികൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുവാൻ, അവയെ ചവിട്ടി താഴ്ത്തുവാൻ ദൈവത്തിന് ചില യോദ്ധാക്കളെ ഇവിടെ ആവശ്യമുണ്ട്. എല്ലാ ഇനം എതിരികളുടെയും നടുവിൽ, ആമേൻ, എല്ലാ ഇനം എതിരികളുടെയും നടുവിൽ ഇന്ന് ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. ആത്മയുദ്ധം. ഒന്ന്, സ്വർഗത്തിലെ ദൈവത്തോളം അല്ലെങ്കിൽ സ്വർഗത്തിലെ സൈന്യങ്ങളുടെ അധിപനോളം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായവും രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ചില്ലറ വാക്യങ്ങൾ. അവിടെ ആ മണ്ഡലത്തിൽ വെച്ച് ഒരു യുദ്ധമുണ്ട്. ഞാൻ നിങ്ങളോട് വേറെ ഒരു കാര്യം പറയാം. ഇന്ന് രാവിലെ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ആത്മയുദ്ധത്തെ കുറിക്കുന്ന പഴയകാല ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുറച്ച് പടങ്ങളും ചിത്രങ്ങളും ചേർത്ത് ഞാൻ ഒരു കമ്പ്യൂട്ടറിലാക്കി. അങ്ങനെ 4 കമ്പ്യൂട്ടർ കത്തി 5-ാമത്തെ കമ്പ്യൂട്ടറില പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? അത് കഴിഞ്ഞ് ജോധ്പൂരിൽ ഇത് ചെയ്യുമ്പോൾ 4 പ്രൊജക്ടർ കത്തി 5-ാമത്തെ പ്രൊജക്ടറിലാണ് ചെയ്തത്. പിന്നെ ഈ മെറ്റീരിയൽ എല്ലാം കൂടെ ബാംഗ്ലൂരിൽ കൊണ്ടുവച്ച് 21 ദിവസം ഉപവസിച്ച് അതിൻ്റെ മേൽ ജയമെടുത്ത ശേഷം ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളിൽ 5 വൻകരകളിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഞാനൊരു പുതിയ ചാപ്റ്റർ ഉണ്ടാക്കി. ഇന്നലെ തിരുവല്ലയിലെടുത്തു, കത്തിപ്പോയി, തീർന്നു. ഞാൻ ആ കമ്പ്യൂട്ടറും കൊണ്ടാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ രാത്രിയിൽ അത് ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ സംഗതി പോയിരിക്കുന്നു, വരത്തില്ല. ഇവിടെ അത് ചെക്കപ്പിന് കൊടുത്തു. അതിനകത്ത് നനവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നനവ് വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. പോരാട്ടം ഒരിടത്ത് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നോർമൽ മൂഡിലിവിടെ നിൽക്കാതെ വേണം. ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ മെസ്സേജ്, കൊച്ചൻ മരിച്ചു. ഏതാണ്ട് 50 വയസ്സിനടുത്ത് പ്രായം വരും. അല്ല, പ്രായമുണ്ടെന്നൊന്നുമല്ല. ഈ വല്ലാത്ത പരിതസ്ഥിതിയിൽ എങ്ങനെങ്കിലും വരണം, ചർച്ചിൻ്റെ കാര്യം നോക്കണം. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേച്ച് ഞാൻ മറുപടി കൊടുത്തു, ഞാൻ വരുന്നില്ല, ബോഡി മോർച്ചറി വെക്കാൻ നോക്ക്, അല്ലാതെ ഒക്കത്തില്ല. കാര്യം എന്തോ പകർച്ചയുണ്ട്, എന്തോ പകർച്ച. എന്നോട് ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ 79-ലായി. 80-കളിലൊക്കെ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ 80-ലോട്ട് കയറും. എത്ര നാളൂടെ ഞാൻ ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് തീർന്നാലും ഇന്ന് ഏൽപ്പിച്ച ജോലി ചെയ്തേച്ചുവാൻ അടുത്തൊരു തലമുറ എഴുന്നേക്കും. ഒരു തലമുറ ദൈവത്തെ സേവിക്കുവാൻ. ഒരു ആവറേജ് തലമുറയെ കൊണ്ട് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു കൂട്ടം ബലശാലികളെ എഴുന്നേൽക്കുവാൻ ദൈവം ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂടെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിനൊരാൾ വേണം. അബ്രഹാമിനോടുള്ള വാഗ്ദത്തമാണ്, ഇസഹാക്കിനോടുള്ള വാഗ്ദത്തമാണ്, യാക്കോബിനോടുള്ള വാഗ്ദത്തമാണ്, പിതാക്കന്മാരോടുള്ള വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങൾക്ക് കനാൻ തരാൻ പോകുകയാണ്. പക്ഷെ കനാനിൽ ജനത്തെ കൊണ്ടുപോകാൻ ദൈവത്തിനൊരു നേതാവിനെ വേണം. ഒരു ദിവസം മോശയുടെ അടുക്കൽ പക്ഷേ, മോശെ വാ, ഞാൻ നിന്നെ അയക്കാൻ പോവാ, നിന്റെ കയ്യിൽ ഞാനൊരു വടി തരാൻ പോകുകയാ, അടയാളങ്ങൾ ചെയ്യുവാൻ ആ വടി നീ എടുത്തോണം. നിന്റെ വടിയുടെ മുമ്പിൽ ചെങ്കടൽ നിൽക്കത്തില്ല, നിന്റെ വടിയുടെ മുമ്പിൽ യോർദാൻ നിൽക്കത്തില്ല. നിന്റെ വടിയുടെ മുമ്പിൽ എരിഹോ മതിൽ നിൽക്കയില്ല.
നിന്റെ വടിയുടെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല, നീ വാ. മോശെ പറഞ്ഞു, കർത്താവേ, ഞാൻ വിക്കനായ മനുഷ്യനാ, വിക്കനായ അധരങ്ങളുള്ളവനാ. തമ്പുരാൻ പറഞ്ഞു, വിഷയമല്ല, പക്ഷെ നിന്നെ ഏൽപ്പിച്ചതിന് വേണ്ടി നീ വില കൊടുത്തവനാ. ഞാൻ മോശയുടെ വടി ഒന്ന് തൊടാൻ പോവാം. നിങ്ങൾ ഡ്രം അടിക്കുന്ന പതിവുണ്ടോ? ഇല്ലായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേന തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. ഡ്രമ്മിൻ്റെ കമ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഓർത്ത്, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ ഇതാ. ഒമ്പതാകാൻ തുടങ്ങും. ഞാൻ 9:30 നിർത്തും. മോശയുടെ വടിയെക്കുറിച്ച് ഞാൻ പറയാൻ വരിക. മോശ പർവ്വതമുകളിൽ വന്ന് നിന്നു. ഓക്കെ, എൻ്റെ ഇതുകൊണ്ടൊന്നും കാണത്തില്ല, ഇത് വേണ്ട. മൈക്രോഫോൺ ഉണ്ടോ? നോർമൽ മൈക്രോഫോൺ, ഒരു മൈക്രോഫോൺ എനിക്ക് അതിൻ്റെ കേബിളിൽ ഊരി ആ മൈക്രോഫോൺ ഇതാ, അത് അങ്ങനെ തന്നെ ഇത് മതി. മോശ ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് ഓടി മിദ്യാനിൽ പോയി. മോശയെ അവിടിട്ട് പിശാച് കിളച്ച് നശിപ്പിച്ചു. മിദ്യാനിൽ ചെന്നു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞിരുന്നു, മോശയുടെ മക്കളാരും ലീഡർഷിപ്പിലില്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. മോശെപ്പോലൊരു നേതാവ് ഇസ്രായേലിൽ ഇല്ലായിരുന്നു. അങ്ങേരുടെ മക്കൾ ഒരെണ്ണം ലീഡർഷിപ്പിലില്ലായിരുന്നു. അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ മോശയുടെ മക്കളെ കിട്ടിയില്ല. വൈ? ഒരു മേജർ മിസ്റ്റേക്ക് നടന്നു. മോശ ദൈവത്തിൻ്റെ സൃഷ്ടിയാ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവനാ. ജനത്തെ വിടുവിക്കുവാനാണ് എന്നെ വിളിച്ചതെന്ന് മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശ മിസ്രയീമിൽ ചെന്നു. സാധാരണ മിസ്രയീമ്യരുടെ സമ്പ്രദായ പ്രകാരവും എബ്രായരുടെ സമ്പ്രദായ പ്രകാരവും ആമ്പിള്ളേർ 20 വയസ്സിന് മുമ്പേ കല്യാണം കഴിക്കും. മോശ കല്യാണം കഴിച്ചില്ല. രാജാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നവനാ. പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല, ആലോചനകൾ വരാഞ്ഞിട്ടുമല്ല. ഓക്കെ ബ്രദറെ, അതിനേക്കാൾ നല്ല ഇത് മതി. എനിക്ക് എൻ്റെ ഷേപ്പിനൊത്തിരി വ്യത്യാസമുണ്ട്, അതുകൊണ്ട്. ഓക്കെ, വിവാഹം കഴിച്ചില്ല. തൻ്റെ മേലുള്ള വിളിക്ക് വിരോധമായത് സകലതും വിട്ടു. മിസ്രയീമിലെ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചു. മിസ്രയീമിലെ നിക്ഷേപങ്ങൾ നിഷേധിച്ചു. എൻ്റെ മേലൊരു വിളിയുണ്ട്, ആ വിളി നിർവഹിക്കണം. അതിനുവേണ്ടി 40 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ അബദ്ധത്തിനൊരുത്തൻ ചത്തുപോയി. അദ്ദേഹത്തിൻ്റെ തല്ലുകൊണ്ട് അബദ്ധത്തിലൊരുത്തൻ ചത്തുപോയി. അതിൻ്റെ പുറകിൽ രാജാവ് എഴുന്നേറ്റു. മോശ നാച്ചുറലി വിചാരിച്ചു ദൈവം വന്ന് സഹായിക്കുന്നു. ഒരു ദൈവവും വന്നില്ല. ദൈവം വരാതായതോടെ മോശ മനസ്സിടിഞ്ഞുപോയി. അവൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ നിവൃത്തിയില്ല. അതുകൊണ്ട് മോശ ജീവനും കൊണ്ട് ഓടി നേരെ മിദ്യാനിൽ പോയി. മിദ്യാനിൽ ചെന്ന് മിദ്യാന്യ പുരോഹിതന്മാരിൽ ഒരുത്തൻ്റെ മോളെ കല്യാണം കഴിച്ചു. ദൈവത്തിന് ഏറ്റവും വൈരാഗ്യമുള്ളത് അവിശ്വാസിയുമായി ഇണയില്ലപ്പിണ കൂടുക. ഇതിനകത്തെങ്ങാണ് ഉള്ളതുണ്ടെങ്കിൽ നിന്നോടാ. അവിശ്വാസികളുമായി ഇണയില്ലപ്പിണ കൂടുന്നതാണ് ദൈവത്തിന് ഏറ്റവും വൈരാഗ്യം. മോശ പറഞ്ഞു, എന്നെ സഹായിക്കാൻ ഞാൻ ഈ 40 കൊല്ലം വില മുടക്കി ജീവിച്ചിട്ട് വരാഞ്ഞ ദൈവമല്ലേ? അതുകൊണ്ട് നിനക്ക് ഏറ്റവും വിരോധമുള്ളത് ചെയ്യാൻ പോകാണ്. മിദ്യാനിലെ പുരോഹിതൻ്റെ മോളെ പോയി കല്യാണം കഴിച്ചു. മിദ്യാനിലെ പുരോഹിതന് പെൺപിള്ളേരെ ഉള്ളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മോശയുടെ അമ്മായിയപ്പന് പെൺപിള്ളേരെ ഉള്ളായിരുന്നു. അയാൾ പറഞ്ഞു, മോശേ, നിൻ്റെ എബ്രായരുടെ സ്ഥിതി എനിക്കറിയാം. കുഞ്ഞ് ജനിച്ചാൽ നീ അതിനെക്കൊണ്ട് പരിച്ഛേദന ചെയ്യും. നീ അതിനെക്കൊണ്ട് പരിച്ഛേദന ചെയ്ത് യഹോവയ്ക്കെന്ന് പറഞ്ഞ് മാറ്റും. എടാ, എൻ്റെ പെൺപിള്ളേരുടെ മക്കൾ വേണം എനിക്ക് പകരം പുരോഹിതനാകാൻ. അതുകൊണ്ടൊരു കോൺട്രാക്റ്റ് എഴുത്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്ക്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ പരിച്ഛേദന ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ എൻ്റെ ദൈവത്തിന് കൊടുക്കണം. മോശ എഗ്രി ചെയ്തു. കാര്യം എനിക്ക് തലമുറ വേണ്ട, എനിക്ക് ദൈവത്തിന് കൊടുക്കുന്ന ഒരു തലമുറ വേണ്ട. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയ അങ്ങനെ ആ കല്യാണം കഴിച്ചേ. അതുകൊണ്ടാണ് മക്കളെ പരിച്ഛേദന ചെയ്യാതിരുന്നത്. പക്ഷേ യഹോവയുടെ ദൂതനവന് പ്രത്യക്ഷനായി. മോശെ കൊല്ലാൻ ഭാവിച്ചുടനെ സിപ്പോറയ്ക്ക് രോഗം പിടികിട്ടി. സിപ്പോറ പെട്ടെന്ന് അവൻ്റെ പരിച്ഛേദന ചെയ്ത് കൊണ്ടിട്ട് കൊടുത്തു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, അന്യദേവന് പ്രതിഷ്ഠിച്ചവനെ എനിക്ക് വേണ്ട. അതാണ് മോശയുടെ മക്കൾ ലീഡർഷിപ്പ് വരാതെ പോയത്. ഓക്കെ, ലീഡർഷിപ്പ് വന്നില്ല. മോശ തൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. മോശയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ഞാൻ ഇതും തിരഞ്ഞെടുത്തത്, ഇതിന് ഒരു ഭാഗം കൈപിടിക്കാൻ തക്ക വലിപ്പമുള്ളതും വേറൊരു ഭാഗം വണ്ണം കുറഞ്ഞു പോകുന്നതും. അതുകൊണ്ട് ഇത് തന്നെ തിരഞ്ഞെടുത്തത്. ഈ ഷേപ്പിന് വേണ്ടിയാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഇതിനെക്കുറിച്ച് ദൈവം ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു. മോശ പറഞ്ഞ്, ഇറ്റ്സ് മൈ സ്റ്റാഫ് എന്നാണ് പറഞ്ഞ്. ഇതൊരു വടിയാണ്.
സാധാരണ നമ്മുടെ ഉപദേശമാർ ഒത്തിരി പേര് വരുന്ന ഒരു ഉണങ്ങിയ കമ്പാന്നല്ലേ, ഉണങ്ങിയതായിരിക്കും. വേദപുസ്തകത്തിൽ 4 ഇനം വടികളുണ്ട്. 1 അടിക്കാൻ ഉപയോഗിക്കുന്ന വടി, അതിനെ സ്റ്റിക്കെന്ന് വിളിക്കും. 2 കുത്തി നടക്കാൻ ഉപയോഗിക്കുന്ന വടി, അതിനെ സ്റ്റേവ് എന്ന് വിളിക്കും. 3 അംശവടി, അതിനെ സ്റ്റാഫ് എന്ന് വിളിക്കും. മോശയുടെ കയ്യിലിരുന്നത് സ്റ്റാഫാണ്. ഒറിജിനൽ ലാംഗ്വേജിൽ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. ആട്ടിടയൻ്റെ വടിയല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. മിസ്രയീമിൽ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു സ്റ്റാഫ് ഉപയോഗിക്കാൻ അനുവാദമില്ല. ഒരു എബ്രായൻ ഒരു സ്റ്റാഫ് ഉപയോഗിക്കണമെങ്കിൽ 1 അവൻ ജനിച്ച കുടുംബം, അബ്രഹാമിൻ്റെ പേര് മുതൽ അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് വരെ ഏത് ഗോത്രത്തിൽ ജനിച്ചവനാണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലാത്തവന് സ്റ്റാഫ് എടുക്കാൻ ഒക്കുകയില്ല, അവൻ്റെ കുടുംബസ്ഥിതി. 2 മതവിദ്യാഭ്യാസം. അവൻ്റെ മതത്തിൽ ഭയങ്കര നിപുണനാ, അവൻ്റെ മതവിശ്വാസം. 3 അവൻ്റെ പ്രാർത്ഥനാ ജീവിതം. ഇത് 3 ഉള്ളവന് മാത്രമേ സ്റ്റാഫ് എടുക്കാനൊക്കത്തുള്ളൂ. ഇവൻ എബ്രായരിലെ 1-മനാ. 2 ഒരു മിസ്രയീമിന് സാധാരണഗതി സ്റ്റാഫ് എടുക്കാനൊക്കത്തില്ല. ഒന്നുകിൽ റോയൽ ഫാമിലിയുടെ മെമ്പറായിരിക്കണം. അതെ, ആന്നു ഫറവോൻ്റെ പുത്രിയുടെ മകനാ. 2 റോയൽ ജോലി ചെയ്യുന്നവനാ. അതെ, മിസ്രയീമിലെ സർവ്വസൈന്യാധിപനാ. 3 വിദ്യാഭ്യാസത്തിൽ ഉയർന്നവനായിരിക്കണം. അതെ, സകല വിദ്യയിലും നിപുണനാ. ഈ 2 പാരമ്പര്യപ്രകാരവും മോശയ്ക്ക് സ്റ്റാഫ് എടുക്കാം. അവൻ പൊക്കേച്ച് പറഞ്ഞു, ഇറ്റ്സ് മൈ സ്റ്റാഫ്. നിൻ്റെ കയ്യിൽ എന്നടാ ഇരിക്കുന്നത്? ഇറ്റ്സ് മൈ സ്റ്റാഫ്. കുടുംബശ്രേഷ്ഠത നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു താഴെ ഇടാൻ പറഞ്ഞു. ഞാനാണ് ഇടത്തില്ല. ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് കീറി കളയാൻ പറഞ്ഞാൽ താഴെ ഇടാൻ പറഞ്ഞാൽ ഞാൻ കളയത്തില്ല. പക്ഷെ മോശ തറയിലിട്ടു. മോശയ്ക്ക് അനുസരണത്തിന് കുറവൊന്നുമില്ല, ദൈവത്തോടൊരു വൈരാഗ്യം ഉണ്ടായിപ്പോയി എന്ന് മാത്രം. ഇത് പെട്ടെന്നങ്ങ് ഇത് പാമ്പായി മാറി. ഈ സാധനം താഴെയോട്ട് വീണ് പാമ്പായാൽ എൻ്റെ അഭിപ്രായത്തിൽ പണ്ട കൈ പിടിച്ചിരുന്ന ഭാഗം തലയാകും. കോമൺ സെൻസ്. ഇത് തലയാകും, ഇത് വാലാകും. ദൈവം മോശയോട് പറഞ്ഞു അതിൻ്റെ വാലയിലോട്ട് പിടിച്ചോളാൻ പറഞ്ഞു. പുള്ളി വാലയെ പിടിച്ചു. ഇത് പഴയതുപോലെ വടിയായി. പക്ഷേ ഇതുവരെ പിടിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ വടി തലതിരിഞ്ഞു. ഇനി മോശ എവിടെ പോയാലും വാലിട്ടത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നേ. നാട്ടുകാരൻ കൂവുമോ? നാട്ടുകാരൻ ചിരിക്കുമോ? നിശ്ചയം മോനെ, എൻ്റെ നിന്നെ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ അയക്കാൻ പോവാ. ആകയാൽ ഇപ്പോൾ വരിക. ആ പദം വലുതാ. ആകയാൽ ഇപ്പോൾ വരിക. ആകയാൽ എന്നുള്ള പദം കർത്താവിൻ്റെ ദാസൻ തൊട്ടതേ ഉള്ളൂ. ചില കൺജങ്ഷനുകൾ. നീ എൻ്റെ വ്യവസ്ഥകൾക്ക് കീഴടങ്ങിയതിനാൽ ഇപ്പോൾ വരിക. കം therefore now. ആ നൗ എന്ന പദം മലയാളത്തിലില്ല. ആകയാൽ വരിക എന്ന് മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കം therefore now. ഞാൻ പറഞ്ഞതുപോലെ കാര്യമനുസരിച്ചതിനെ വാ, നിൻ്റെ മേലൊരു അധികാരം പകരാൻ പോവാ. ഞാൻ നിന്നെ മിസ്രയീമിൻ്റെ കൊട്ടാരത്തിലോട്ട് വിടാൻ പോവാ. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കാൻ പോകാം. ഇതുവരെ നടന്ന പോലല്ല. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കാൻ പോകാം. നീ പോ, ഞാൻ നിന്നെ അങ്ങോട്ടാക്കുക. പിന്നെ അടയാളങ്ങൾ ചെയ്യാൻ ഈ വടിയും കൂടെ എടുത്തോണം. അടയാളങ്ങൾ ചെയ്യാൻ ഈ വടിയും കൂടെ. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചാലേ അഭിഷേകമുണ്ട് കർത്താവിൻ്റെ ദാസനെ. എല്ലാ ദിവസവും അത് ഒരുപോലെ ജ്വലിക്കത്തില്ല. ചില ദിവസം അത് നന്നായി ജ്വലിച്ചിരിക്കും. ആ ജ്വലിക്കുന്ന അഭിഷേകവുമായി മാത്രമേ ഇറങ്ങാവൂ. വടിയും കൂടെ എടുത്തോണം. മിസ്രൈമിലെ വടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെന്നു. ഞാൻ ചുരുക്കമേറിയായേ തൊടുന്നുള്ളൂ, മുഴുവനൊന്നും തൊടത്തില്ല. ഇന്നേര് വടിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ ചെന്നു. ഫറവോനോട് പറഞ്ഞു, തൻ്റെ എബ്രായരുടെ ദൈവം വെളിപ്പെട്ടു വന്നു. അടയാളം ദേ വടി സർപ്പമായി മാറി. മിസ്രൈമിലെ ഫറവോൻ്റെ മന്ത്രവാദികളും അതുപോലെ തന്നെ വടിയെ സർപ്പമാക്കി കാണിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വടി വാ തുറന്നു, ഇവനെ അങ്ങ് വിഴുങ്ങി. ഒത്തിരി വിശദീകരണം ഉള്ളതാ, അങ്ങോട്ട് പോകുന്നില്ല. ശത്രുവിൻ്റെ വടിയെ വിഴുങ്ങിയ ദൈവത്തിൻ്റെ വടി ഉയർത്തിക്കൊണ്ട് മോശ പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിടറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വഴി നീളം നടന്ന ശേഷം വിടുതലെന്നൊന്നും പറയാൻ റൈറ്റില്ല. ശത്രുവിൻ്റെ വടിയെ വിഴുങ്ങിയ ദൈവത്തിൻ്റെ വടി ഉയർത്തിക്കൊണ്ട് ശത്രുവിൻ്റെ പദ്ധതികളെ വിഴുങ്ങിയ ദൈവത്തിൻ്റെ പദ്ധതിയും കൊണ്ട് മാത്രമേ വിടുതലെന്ന പദം ഉച്ചരിക്കാനൊക്കത്തുള്ളൂ. ഈ ദേശത്ത് ചിലത് പറയുവാൻ, ചിലതിനെ ശക്തീകരിക്കുവാൻ, ചില വടികളെ വിഴുങ്ങുവാൻ, ചില അന്യദൈവങ്ങളെ വിഴുങ്ങുവാൻ
ചില അന്യാരാധനകളെ വിഴുങ്ങുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയുടെ മേൽ ദൈവാഭിഷേകം പകരട്ടെ. മോശ വടിയെടുത്തു. ഈ വടിയും കൊണ്ടാണ് ജനത്തെ കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽ വിഴുങ്ങിയേ മതിയാകൂ. കർത്താവേ, എന്താ ഈ വടിയുടെ പ്രത്യേകത? മോനെ, ഇത് ശത്രുവിൻ്റെ വടിയെ വിഴുങ്ങിയതാടാന്ന്. ചെറുതിനെയും വലുതിനെയും പലതിനെ വിഴുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. അനേക ആരാധന ശക്തികളെ, ആരാധന മൂർത്തികളെ, അനേക അന്യദൈവങ്ങളെ, അനേക ശക്തികളെ വിഴുങ്ങിയെടുക്കുന്ന ദൈവത്തിൻ്റെ വടികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഏറിയകൾ സ്വതന്ത്രമാകുവാൻ, ഏറിയകൾ ശുദ്ധീകരിക്കപ്പെടുവാൻ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇരുന്നാട്ടെ. ഈ വടിയും കൊണ്ട് മാത്രമേ മോശയുടെ യുദ്ധം നടക്കത്തുള്ളൂ. മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കാലശേഷം നീ ഒരുത്തനെ കൈവച്ചാക്കണം. അബ്രഹാമിനോട് വാഗ്ദത്തമുണ്ട്, പക്ഷെ ദേശം പിടിക്കത്തില്ല. ഇസഹാക്കിനോട് വാഗ്ദത്തമുണ്ട്, ദേശം പിടിക്കത്തില്ല. ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ നിയമിക്കപ്പെട്ട ഒരാൾ വേണം. ഇന്ന് പകൽ നിയമനമുള്ളവർക്കായി സ്തോത്രം. എല്ലാവർക്കും ആ നിയമനമില്ല. ഒത്തിരി പേര് മോശയുടെ പുറകെ കൂടി. ഇസ്രായേലിലെ നേതാക്കന്മാർ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് നിയമനമില്ലേ? മോശയോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോടാരോട് സംസാരിക്കത്തില്ല. ഇരിയുടെ അവിടെ ഇല്ലാത്തതിനെ ഭൂമി വാവളർന്ന് വിഴുങ്ങും, ഇല്ലാത്തതിനെ ഭൂമി വാവളർന്ന് വിഴുങ്ങും. ഇരി അവിടെ. പക്ഷേ വിടുവിക്കപ്പെട്ട മോശ പോയി. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ യോശുവയ്ക്ക് കൈമാറി. യോശുവ, അങ്ങേക്ക് എന്താണ് പ്രത്യേകത? അയ്യോ കർത്താവേ, ഞാൻ മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച് നടന്നവനാ, പക്ഷെ ചില സമർപ്പണങ്ങൾ ഭയങ്കരമായിരുന്നു. ഒരിക്കൽ മിസ്രയും എബ്രായരെല്ലാം കൂടെ ഒരിടത്ത് കൂടിയിരിക്കുക. ആ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കയറാൻ വേറെ ആരെയും കൊണ്ടുവരണ്ട. മോശയും യോശുവയും കൂടെ കയറി. പകുതി വഴി ചെന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, യോശുവ അവിടെ ഇരിക്കട്ടെ, നീ ഒറ്റയ്ക്ക് കയറി വാ, ഉപവസിക്കാൻ വരിക, നീ ഒറ്റയ്ക്ക് കയറി വാ. തേണ്ടേ, മോശ മേളിൽ കയറിപ്പോയി. മേളിൽ ദൈവസാന്നിധ്യമുണ്ട്, മോശയ്ക്ക് ദൈവസാന്നിധ്യമുണ്ട്, ഒരു തകരാറുമില്ല. അവരൊന്നിച്ചിരിക്കുക. താഴ്വരയിൽ ജനത്തിന് അഹരോനുണ്ട്, സ്വോത്രകാഴ്ചയുണ്ട്, അവിടെ കാളയുണ്ട്, കുട്ടിയുണ്ട്, പിരിവുണ്ട്, കുണുക്കുണ്ട്. ഇവരൊക്കെ സന്തോഷമായി കഴിയുക. മോശ ദൈവത്തോടുകൂടെ കഴിയുകയാണ്. മിസ്രൈമിൽ മരുഭൂമിയിൽ അഹരോനും ജനവും കൂടെ കഴിയുക. ഒരു പുള്ളി ഒറ്റപ്പെട്ടു പോയി. ആരാ? യോശുവ. ഈ പുള്ളി പർവ്വതത്തിൻ്റെ നടുക്കുക. വർത്തമാനം പറയാൻ ആരുമില്ല. ഒരു മൃഗം പോലും പർവ്വതം തൊടാൻ പറ്റുകയില്ല. ഈ പുള്ളി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുക. തമ്പുരാൻ പറഞ്ഞ, മോനെ യോശുവ, മോശയുടെ കാലം കഴിഞ്ഞാൽ അധികാരം നിനക്ക് കൈമാറും. സാധാരണ ഒരുത്തനെ കൊണ്ട് മിസ്രയും പിടിക്കാൻ ഒക്കത്തില്ല. കനാൻ പിടിക്കാൻ ഒക്കത്തില്ല. കനാൻ പിടിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു പദം പറയാം. ഇസ്രായേൽ ജനം മരുഭൂമി കൂടെ നടന്നു വരിക. അവരിതിലേ വരുന്നെന്നിരിക്കട്ടെ. ഇവിടെ മുന്നോട്ട് ക്രോസ് ചെയ്താൽ, ഇവിടെ അപ്പുറത്തോടെ കാണിക്കാം, ഇവിടെ മുന്നോട്ട് ക്രോസ് ചെയ്താൽ നേരെ കനാനിലോട്ട് കയറുക. ഇത് കനാനാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞ് ഇതിലേ കയറണ്ട, നടക്ക്. ഇത് ഇങ്ങോട്ട് നടന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇവിടം ക്രോസ് ചെയ്യാൻ പറഞ്ഞു. ഇവിടം ക്രോസ് ചെയ്താൽ നേരെ എരിഹോവിന് നേരെയാണ് കയറുന്നത്. അതിലേ കയറിയാലും കനാനാ, ഇതിലേ കയറിയാലും കനാനാ. പക്ഷെ ഇതിലേ മാത്രമേ കയറാൻ പറ്റുള്ളൂ. എന്തു പറ്റി? കനാനിൽ 33 ലോക്കൽ ദൈവങ്ങളുണ്ട്. ഓരോ ഏരിയ തിരിഞ്ഞ് ദൈവങ്ങളുണ്ടല്ലോ. 33 ലോക്കൽ ദൈവങ്ങളുണ്ട്. 33ൻ്റെയും കൂടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ എരിഹോ. 33ൻ്റെയും കൂടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് എരിഹോ. ആദ്യം അതിനെ അടിക്കുക. അതിനുള്ള കരുത്ത് യോശുവയ്ക്കുണ്ട്. നിന്റെ കാലശേഷം ഇത് നടക്കത്തില്ല. കരുത്തുള്ള ചിലതിനെ ഈ തലമുറയിൽ തമ്പുരാൻ എഴുന്നേൽപ്പിക്കട്ടെ. കരുത്തുള്ള ചിലതിനെ ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കട്ടെ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് സർവായുധ വർഗം ധരിച്ച ശത്രുവിൻ്റെ ശക്തിയോട് എതിർക്കുവാൻ നിങ്ങളൊരു സർവായുധ വർഗം ധരിക്കണം. നിങ്ങളെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. എല്ലാവരെ കൊണ്ട് നടക്കത്തില്ല. അവിടെ അക്കരെ കയറി എരിഹോ പട്ടണം വീഴ്ത്തി. എരിഹോ പട്ടണം വീണതോടുകൂടെ ശക്തികൾ വീണു. യോശുവയോട് പറഞ്ഞു, അളവ് നൂലിട്ടോ, ദേശത്ത് അളവ് നൂലിടുവാൻ സ്വർഗം ചിലരെ ശക്തീകരിക്കട്ടെ. ദേശത്ത് അളവ് നൂലിടുവാൻ ദൈവം ചിലതിനെ ശക്തീകരിക്കട്ടെ. എനിക്കറിയാം 9 മണി കഴിഞ്ഞു. ഞാൻ ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് നിർത്തും. ഈ ആത്മയുദ്ധത്തിൽ കർത്താവ് പറഞ്ഞ ചില പദങ്ങളുണ്ട്. സാത്താൻ ആയുധം ധരിച്ച്
അവൻ്റെ അരമന കാവൽ കാക്കുന്നിടത്തോളം അവൻ്റെ വസ്തുവക ഉറപ്പായിരിക്കും. അവൻ ഏറെ ആശ്രയിച്ച അവൻ്റെ ആയുധവർഗം പിടിച്ചു പറിക്കാതെ അവനെ ജയിക്കാൻ ഒക്കത്തില്ല. ഈ സാത്താൻ്റെ കയ്യിൽ ആയുധവർഗമുണ്ട്. എൻ്റെ യേശു അവനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യപ്രകാരം ആയുധം താഴെ വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. ക്രൂശിൽ നിവൃത്തിയായി എന്ന ഒറ്റ പദം പറഞ്ഞതോടെ ഇവൻ്റെ ആയുധങ്ങൾ താഴെ വീണു. രക്തം ചൊരിഞ്ഞ് എൻ്റെ പേർക്കും നിങ്ങളുടെ പേർക്കും വില മുടക്കി ആയുധം താഴെ വെപ്പിച്ചു. എന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, മർക്കോസിലോ ലൂക്കോസിലോ ആണ്, യേശു പറഞ്ഞു, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വസ്തു കവർന്നെടുക്കാൻ ഒക്കത്തില്ല. ഈ അവൻ്റെ വസ്തു എന്ന് പറയുന്നത് എന്തുവാ? സൃഷ്ടി മുഴുവൻ ദൈവത്തിൻ്റെയാണ്. പിന്നെ ബലവാൻ്റെ വസ്തു എന്ന് പറയുന്നത് എന്തുവാ? അവൻ്റെ വസ്തു എന്ന് പറയുന്നത് എന്തുവാ? പറയാം. യേശു തന്നെ പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ബാധിച്ചു. ആരോ ദൈവദാസന്മാർ അതിനെ ഇറക്കി വിട്ടു. ആ അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് അതിന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അത് പറഞ്ഞു, ഞാൻ വിട്ടുപോന്ന എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും. നിൻ്റെ വീട് ഏതാണ്? നീ പണ്ട് കുറച്ച് നാൾ താമസിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം അത് പറയാണ് എൻ്റെയാ. നിങ്ങളുടെ വസ്തുക്കൾ, നിങ്ങളുടെ പണം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം, ഞാൻ പറഞ്ഞില്ല ശരീരത്തിൽ പിശാച് രൂപം കെട്ടിവെക്കുന്നവരുടെ കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് പിശാച് കൊണ്ടുപോയാൽ നാളെ അവൻ അവകാശം പറയും, ഇതെൻ്റെ വകയാണ്. അവൻ്റെ വകയെന്ന് പറയുന്ന അവനൊന്നും ഉണ്ടാക്കിയിട്ടല്ല. കുറച്ച് നാൾ അവൻ ഓക്യുപ്പൈ ചെയ്തു പോയി, കുറച്ച് നാൾ അവനെ അനുവദിച്ചു പോയ കാരണത്താൽ എൻ്റെ അന്ന് അവൻ പറയും. ബലവാൻ ആയുധം ധരിച്ച് അവൻ്റെ അരമന കാവൽ കാക്കുന്നിടത്തോളം അവൻ്റെ വസ്തുവക ഉറപ്പായിരിക്കും. അവനിലും ബലവാനായവൻ കാൽവറിയിൽ വന്ന് അവനെക്കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചാൽ പിന്നെ എടുക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, അവനെ ബന്ധിച്ചിട്ടേ പറ്റത്തുള്ളൂ. ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ്റെ ആയുധം എടുക്കാൻ ഒക്കത്തില്ല. പിടിച്ചു കെട്ടുന്ന പണി യേശു സഭയെ ഏൽപ്പിച്ചു. യേശു പറഞ്ഞ, ആയുധം വെപ്പിക്കുന്ന ഞാൻ വെപ്പിച്ചോളാം, നിങ്ങളെ കൊണ്ടൊക്കത്തില്ല. പക്ഷെ പിടിച്ചു കെട്ടുന്ന നിങ്ങളുടെ വകയാ. ഇന്ന് സാത്താനെ പിടിച്ചു കെട്ടുവാൻ അനങ്ങരുതെന്ന് പറയുവാൻ, ഈ ഏറിയ നിനക്കുള്ളതല്ലെന്ന് പറയുവാൻ, ഇന്ന് പകൽ ഈ രാത്രിയിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവനെ പിടിച്ചു കെട്ടുവാൻ കഴിയും. പത്രോസേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെയിലോട്ട് തരിക. ദൈവസഭയെ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ബൗണ്ടറികൾ തിരിച്ച് ദേശം തിരികെ പിടിക്കുവാൻ ചില വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ശത്രുവിൻ്റെ വക കയ്യിലില്ല എന്ന് ഉറപ്പുള്ളവർ. ഒരിക്കൽ യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. ഇല്ലെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അവൻ്റെ വകയൊന്നും എൻ്റെ ഇല്ലെന്നാണ്. അത് സ്വഭാവം പോലും മെറ്റീരിയൽ പോലും വാട്ടെവർ, അവൻ്റെ വസ്തു ഒന്നും എൻ്റെ ഇല്ല. പണ്ടൊരിക്കലേ ബെർണാഡ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വന്നു. ബെർണാഡ് ബ്ലെസ്സിങ്ങിനെ പോലീസ് ഇട്ട് ഓടിച്ചു. ബെർണാഡ് ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വന്നവരെയും പോലീസ് ഓടിച്ചു. ഞാൻ അവരുടെ പേരൊന്നും പറയത്തില്ല. ബെർണാഡ് ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വന്നവരെയും പോലീസ് ഓടിച്ചു. അതിനകത്തെ ഒരു പുള്ളി ഒരു റോഡെ ഓടി, പോലീസ് പുറകെ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളിയുടെ സെൽഫോൺ ഓണാന്നു. ആ സെൽഫോണിനകത്ത് ആളുകൾ വിളിച്ചു പറഞ്ഞു, പോലീസ് ഇന്നതിലേ വരുന്നു. ഇവൻ മുന്നേ പോവുക. ഇവൻ ഏതുവഴി തിരിഞ്ഞാലും പോലീസ് അതിനെ തിരിയുക. പോലീസ് ഇവൻ്റെ പുറകെ ഉണ്ട്. ഇവൻ തിരിയുന്നുള്ളത് പോലീസ് എങ്ങനെ അറിയാവുന്നേ? ശകലം കഴിഞ്ഞുടനെ ആരണ്ടൊരുത്തൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു, എടാ നിൻ്റെ സെൽഫോൺ ഉണ്ടല്ലോ, അതിനകത്ത് സിം എടുത്ത് താഴെ കളയാൻ പറഞ്ഞു. സെൽഫോണിനകത്ത് സിം എടുത്ത് കളഞ്ഞതിനെ തുടർന്ന് പോലീസ് പിൻഗമിക്കുന്നത് നിർത്തി. കാര്യം അവർക്ക് പിന്നെ ഡയറക്ഷൻ കിട്ടുന്നില്ല, ഇവൻ എതിലെയാണ് പോകുന്നത്. ഈ സിം ഇരുന്നിടത്തോളം പോലീസിന് അറിയാമായിരുന്നു, സാത്താൻ്റെ വകയൊന്നും എൻ്റെ ഇല്ല. ഉണ്ടെങ്കിൽ എതിലേ പോയാലും അവൻ പുറത്ത്, അവൻ്റെ വക എൻ്റെ ഇല്ല. ഇന്ന് പകൽ ഒരു ശുദ്ധീകരണത്തോടുകൂടെ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ കണ്ണും നാക്കും മനസ്സും ദൈവസന്നിധിയിൽ ഒന്നുകൂടെ കൊടുത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തോടെ നിൽക്കാൻ താല്പര്യപ്പെട്ട്. എന്തിനാണെന്നറിയാമോ? എൻ്റെ കയ്യിൽ മറ്റവൻ്റെ പാടില്ല.
അറിഞ്ഞോ അറിയാതെയോ വന്നു പോയി. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. അതുകൊണ്ട് അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, എൻ്റെ അകത്ത് ഭയങ്കര തിരത്തള്ളലാണ്, എന്നെ കർത്താവ് ഈ കൂട്ടത്തിൽ വിളിച്ചതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും. എൻ്റെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല, കംപ്ലീറ്റ്ലി വിശദീകരിച്ചുമില്ല. പക്ഷെങ്കിൽ ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരേണ കൊണ്ട് നടന്ന് സ്ഥാപിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ചിലതിനെ സ്ഥാപിക്കും. അതിന് വ്യത്യസ്ത കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ചിലർക്ക് രോഗശാന്തികളാകാം. ഇതുവരെ രോഗശാന്തി ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റ് നടക്കും, വിജയിക്കും. ചിലർക്ക് വേറൊന്നായിരിക്കാം, ചിലർക്ക് പ്രവചനമായിരിക്കാം, ചിലർക്ക് ദൈവവചനം പഠിപ്പിക്കുകയായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ദൈവം തരുന്നത്. ചിലർക്ക് ചില വീര്യപ്രവർത്തികളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ദൈവം തരുന്നു. ഒരടയാളവും ഒരത്ഭുതവും ഒന്നുമില്ല. ദൈവം ആരെയും വിട്ട ചരിത്രം ബൈബിളിലില്ല. മറ്റേതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ദൈവം ഒരുത്തനെ അയച്ചെങ്കിൽ എന്തെങ്കിലും കൊടുത്തേ അയച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ കലവറയിൽ ധാരാളം ഉണ്ട്. നമ്മുടെ കയ്യിൽ തരുവാൻ ദൈവം നിത്യതയിലെ സമ്പന്നനാ. അതുകൊണ്ട് തൃക്കരങ്ങളിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പോകാൻ ഇന്നു പകൽ വ്യവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് അടുത്തു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ആദ്യം ഒന്ന് അടച്ചാട്ട്. ശ്രദ്ധിക്കണേ, ശബ്ദം വെക്കരുത്. ശബ്ദം വെച്ചാൽ കേൾക്കത്തില്ല. ശ്രദ്ധിക്കണം. ഞാൻ ഈ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരങ്ങളും മനസ്സും തിരിച്ചറിയുന്ന എന്തോ ഒരു ശക്തി നിങ്ങളെ മുകളിലേക്ക് വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ, ഉത്തേജിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ചില ശരീരങ്ങളിൽ രോമാഞ്ചം ഉണ്ടായോ, ശരീരങ്ങളിൽ ഞെട്ടലുണ്ടായോ, ശരീരങ്ങളിൽ ദൈവികമായൊരു ചലനമുണ്ടായോ. ചിലപ്പോൾ ചിലർക്കൊരു ചൂടായിരിക്കാം, ചിലർക്കൊരു തണുപ്പായിരിക്കാം. എന്തെങ്കിലും ദൈവികമായൊരു ലക്ഷണമുണ്ടായി ദൈവം എന്നോട് ഇടപെടുന്നു എന്ന് മനസ്സിലായവർ, ദൈവം എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ഹൃദയം കൊണ്ട് ഗ്രഹിച്ചവർ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. കഴിവുള്ളിടത്തോളം ഈ സഭയുടെ ഭാഗങ്ങൾ, ഇതിനകത്തിരിക്കുന്നവർ എവിടെ നിന്നൊക്കെ വന്നവരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ സഭയുടെ ഭാഗങ്ങൾ സഭയുമായി പറ്റി നിൽക്കുവാൻ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് വന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയുമായി പറ്റി നിൽക്കുവാൻ ജീവിതത്തിലൊരു തീരുമാനമെടുത്തുണ്ട്. ഇന്ന് പകൽ എഴുന്നേൽക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ 100% വേർപാട് നിർബന്ധമാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ വക യാതൊന്നും എൻ്റെ കയ്യിൽ കാണത്തില്ല. ഞാൻ അതിൻ്റെ മേൽ ജയമെടുക്കുമെന്ന് പറയുന്നവർ, അതിൻ്റെ അർത്ഥം ബലഹീനത ഇല്ലെന്നല്ല, ഉണ്ട്. അന്നന്ന് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വിടുതലുണ്ട്. ആ ബലഹീനതകൾ അന്നന്ന് കഴുകിക്കളഞ്ഞുകൊണ്ട് ചങ്കിലെ വെള്ളം കൊണ്ടും രക്തം കൊണ്ടും നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കാം. അങ്ങനെയുള്ളവർ ദയവായി ഒന്ന് എഴുന്നേറ്റട്ടെ. ആ ഭയങ്കര തിരത്തള്ളലുള്ളവർ, സഹോദരന്മാർ പോലും സഹോദരിമാർ പോലും അതെനിക്ക് വിഷയമല്ല. അങ്ങനെ ആ തിരത്തള്ളലുള്ളവരും ഈ തീരുമാനമുള്ളവരും, ശത്രുവിൻ്റെ പോകെ ഒന്നും എൻ്റെ കാണത്തില്ല, ഞാൻ എല്ലാം ദൂരീകരിക്കും, ഞാൻ ദൈവ അനുരൂപയാകും. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും എഴുന്നേറ്റു. ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ വലിയ ഗൗരവമാണ്. കംപ്ലീറ്റ് വേർപാട്. ശത്രുവിൻ്റെ യാതൊരു ചിഹ്നവും എൻ്റെ മേലില്ല. ഞാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും, രാവിലെ ഞാനത് വിശദീകരിച്ചു, ഞാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാ. അതേ എൻ്റെ കാണത്തുള്ളൂ. ഈ തീരുമാനങ്ങളുള്ളവർ ആ ദൈവസന്നിധിയിൽ നിന്നു. ഈ സമയത്ത് ഇത്രയും പേരെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എളുപ്പമല്ല. ആ സ്ഥലത്ത് തന്നെ നിന്നാൽ മതി. ഈ സമയത്ത് ഞാൻ പറയുന്ന അടുത്തൊരു കാര്യം കൂടെ ദയവായി ചെയ്യണം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ഏറ്റവും അടുക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഡോക്ടർ പോൾ യോങ്ങിച്ചവിനെ ഞാൻ ബഹുമാനിക്കുന്നു. 6 അംഗങ്ങളിൽ നിന്ന് 10 ലക്ഷമായി സഭ വളർത്തിയതാണ് പോൾ യോങ്ങിച്ചാവ്. ദൈവം ഉപയോഗിച്ചതാണ്. അങ്ങേരെ അഴുക്കെന്ന് പറയുന്നവരുണ്ട്. അത് കഴിയാഞ്ഞവൻ എന്നെ അഴുക്കാന്ന് സ്വയം ആലോചിച്ചോട്ടെ. കർത്താവിനെ ഒരു ഫലമുള്ള ഒരു കവുങ്ങിൻ്റെ പഴുത്ത പാക്കിൻ്റെ കൊല പോലൊരു കൊല കാണിക്കുന്നു. കംപ്ലീറ്റ്ലി റൈപ്പായതാ, മാർക്കറ്റിൽ കൊണ്ടുപോകാൻ കൊള്ളാവുന്ന പാകത്തിനായതാ. ഒരു ഗ്രൂപ്പിനെ ഒരു കൊല കർത്താവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ സമയമായി. ഇറ്റ്സ് റൈപ്പ്. കർത്താവിന് ഉപയോഗിപ്പാൻ സമയമായി.
അടുത്ത ദൈവം എന്നെ ഒരു മുന്തിരിക്കൊല കാണിക്കുന്നു. മൊത്തം കായ്കൾ പഴുത്ത് തിങ്ങി നിൽക്കുന്ന ഒരെണ്ണം. ആ ഒരു കൊല ദൈവം എന്നെ കാണിക്കുന്നു. ഒറ്റ കായ അതേ കേടില്ല. പെർഫെക്റ്റായ ഒരു മുന്തിരിക്കൊല നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. സത്യമായി ദൈവം തിരഞ്ഞെടുത്ത് കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിന്ന് ഒരു കൈവപ്പ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം ഇന്ന് കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. പോൾ യോങ് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിൽ നമ്മൾ മാറണം. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ ദർശനങ്ങളാണ്. ആരും ശബ്ദം ഉണ്ടാക്കരുത്, അതുപോലെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ ദർശനങ്ങളാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദർശനങ്ങളിലൂടെയാണ്. ദൈവം നമ്മളോട് ഇടപെടുന്നത് ദർശനങ്ങളിലൂടെയാണ്. ഒരു ദർശനം നമുക്കും നിർമ്മിക്കാം. രോഗികളായി എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ട് കാണുക. കയ്യിൽ വാളുമായി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ട് കാണുക. ദൈവവചനമാകുന്ന വാളുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശത്രുവിനെ വെട്ടുവാൻ നിങ്ങളെ ദൈവം വിളിച്ചു എന്ന് ഉറപ്പുള്ളവർ എൻ്റെ കയ്യിലൊരു വാളുണ്ട് എന്ന് കാണുക. സുവിശേഷ ഘോഷണത്തിൻ്റെ ചെരുപ്പ് എനിക്കുണ്ട് എന്ന് ഉറപ്പുള്ളവർ നിങ്ങളുടെ കാലിലൊരു ചെരുപ്പുള്ളതായി വിശ്വാസക്കണ്ണാൽ കാണുക. ആ കാഴ്ച കണ്ടുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ ലാംഗ്വേജാണ്. നമ്മുടെ ഹൃദയക്കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ദർശനം. അതുപോലെ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ദൈവമായൊരു ദർശനം നമ്മുടെ അകത്ത് തരും. നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ട് ആ ദർശനം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ന് പകല ദർശനങ്ങൾ സഫലമാകുവാൻ ചിലർ ഒരു 5 ആത്മാക്കളെ നേടും എന്ന് ഉറപ്പുള്ളവർ, ദൈവാത്മാവ് തരുന്നവർ 5 പേര് കൂടെ നിൽക്കുന്നത് കണ്ടോണം. മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദൈവം അവർക്കൊരു കുഞ്ഞിനെ തരുമെന്നവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു കുഞ്ഞ് കയ്യിലിരിക്കുന്നതായി ആത്മക്കണ്ണുകൊണ്ട് കാണണം. സാമ്പത്തികമായി തകർന്നവർ ദൈവം ഞങ്ങളെ സാമാന്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായി വിശ്വാസക്കണ്ണാൽ കാണുക. ആത്മാക്കളെ നേടുന്നവർ, 10 ആത്മാക്കളെ നേടുന്നവർ 10 പേര് കൂടെ നിൽക്കുന്നതായി കാണുക. 2 ആത്മാക്കളെ നേടുന്നവർ 2 പേർ കൂടെ നിൽക്കുന്നതായി കാണുക. ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം തരുന്നതിനൊത്തവണ്ണം ആ കാഴ്ചപ്പാടുകൾ എടുത്തുകൊണ്ട് സംസാരിക്കാതെ നിന്നാലും ഞാനൊരു കൽപ്പനാപദം പുറപ്പെടുവിക്കാൻ പോവാ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ഹൃദയത്തിൽ താലോലിക്കുന്ന ആ ദൈവിക വെളിപ്പാടുകൾ സഫലമാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത് സഫലമാകുവാൻ പരിശുദ്ധാത്മാവേ, അവരുടെ ഹൃദയക്കണ്ണുകളുടെ മുമ്പിൽ അവർ കാണുന്ന ആ ദർശനം അങ്ങയ്ക്ക് കാണാം. അടിയന് കാണത്തില്ല, അങ്ങയ്ക്ക് കാണാം. അങ്ങയ്ക്ക് കാണാം. ആ ദർശനങ്ങൾ ആ വ്യക്തികളുടെ ഉള്ളിലുള്ളത് സഫലമാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. അത് അതുപോലെ സംഭവിക്കട്ടെ. ഈ സമയത്ത് യേശുവിൻ്റെ കാൽവറി രൂപം ദയവായി നിങ്ങളൊന്ന് കണ്ടാലും. ഒരിക്കൽ ദൈവം യെരമ്യാവിനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അദ്ദേഹം പറഞ്ഞു, ബദാം മരത്തിൻ്റെ കമ്പ് കാണുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ഒരു പച്ച ഓല കാണിക്കുന്നു. തെങ്ങിൻ്റെ പച്ച ഓല സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ലക്ഷണമായിട്ട് എന്നെ അത് കാണിക്കുന്നേ. ആശ്വാസത്തിൻ്റെ, തണലിൻ്റെ, കുളിർമയുടെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ ഒരു ലക്ഷണമായി എന്നെ പരിശുദ്ധാത്മാവ് അത് കാണിക്കുന്നു. ഓലയുടെ പച്ച ഇളം ഓലകൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഞാൻ കാണുന്നു. ദൈവം ചില നന്മകൾ ചെയ്യുകയാണ്. കർത്താവെ, അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് യേശുവിൻ്റെ കാൽവറിയെ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണാം. നിങ്ങൾ ഇവിടെ ഇതിനകത്ത് നിൽക്കുക. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് അലങ്കരിച്ച് കഴിഞ്ഞു. ഓലകൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ, പച്ചിപ്പ് കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ, നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ കർത്താവ് ഇവിടെ അലങ്കരിച്ച് കഴിഞ്ഞു. ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. മണിപ്പന്തൽ പോലെ, സ്തോത്രം, മണിപ്പന്തൽ പോലെ മിതയ സാന്നിധ്യം നിൽക്കുക. ഈ അന്തരീക്ഷം വിലപ്പെട്ടതാ. ഈ സമയത്ത് ആ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ കാൽവറിയെ കൂടെ കാണാം. യേശുവിൻ്റെ കാൽവറിയിൽ ഒരു റോമൻ പടയാളി
യേശുവിൻ്റെ വിലാപ്പുറത്ത് ഒരു കുത്തുകുത്തി. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ചീറ്റുന്ന ഒരു കാഴ്ച ദയവായി ഹൃദയ കണ്ണുകൊണ്ട് കണ്ടാലും. ഇവിടെ രക്തമൊന്നും ചീറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് കാഴ്ച കാണുക. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ചങ്കിൽ നിന്ന് വരുന്ന വെള്ളം അത് തേണ്ട ചീറ്റുന്നു. അവരവരെ നിൽക്കുന്ന ഇടത്ത് തല ആ രക്തത്തിൻ്റെ കീഴിലോട്ട് ചരിച്ചോട്. എൻ്റെ തലയിലേക്ക് രക്തം വീഴുന്നു, എൻ്റെ തലയിലേക്ക് വെള്ളം വീഴുന്നു എന്ന് തോന്നുമാറ് ഹൃദയ കണ്ടുകൊണ്ട് കാഴ്ച കാണാം. യേശുവേ, അങ്ങയുടെ ചങ്കിൽ നിന്ന് ഒഴുകിയ ആ രക്തം സാക്ഷി നിർത്തി ഈ ജനത്തെ അതുകൊണ്ട് നിറച്ച, നനച്ച, കഴുകിയ, ശുദ്ധീകരിച്ച, അഭിഷേകം ചെയ്ത, അലങ്കരിച്ച, ബലത്തിൽ ആശ്രയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ തിരുമേനിക്ക് വേണ്ടി മുദ്രയിട്ട് വേർതിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തികളെ ഈ വ്യക്തികളോട് അടുക്കരുതെന്ന് സ്വർലോകത്തിലും ഭൂലോകത്തിലും അധികാരമുള്ള യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അന്ധകാര വ്യാപാര ശക്തിയോട്, ഞങ്ങൾക്ക് പോരാട്ടമുള്ള ശക്തിയോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ജനം നിൽക്കുന്നിടത്ത് അടുക്കരുത്. ഈ ഏരിയ വിശുദ്ധമായി മാറട്ടെ. പിശാചിന്റെ കള്ളപ്പണികൾ മാറി നിൽക്കുവാൻ, അവൻ്റെ കബളിപ്പിക്കുന്ന സ്വഭാവങ്ങൾ മാറി നിൽക്കുവാൻ ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം ഏൽപ്പിക്കുവാൻ കർത്താവേ, ഇവരെ അടിയൻ തിരുമുമ്പിൽ കൊണ്ടുവരികയാണ്. അടിയനെ അംഗീകരിക്കണേ. അടിയനെ ഈ സ്ഥലത്തേക്ക് അയച്ച ദൈവമേ, ഈ പ്രായത്തിൽ ചെയ്യുവാനുള്ള വേല നിവർത്തിക്കുവാൻ സ്വർഗം പ്രസാദിക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഒരു ദൈവിക അഭിഷേകത്തിൽ സൂക്ഷിച്ചു. ഒരുപാട് ശത്രുക്കൾ എഴുന്നേറ്റെങ്കിലും ആയുസ് ഇതുവരെ നീട്ടിത്തന്നതിനായി നന്ദി. ആകയാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവശക്തി ഇവരുടെ മേലിരിക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാലും ജീവിതത്തിൽ തീരുമാനമുള്ളവരെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാനൊരു 10-20 പേർക്ക് വരെ വേണമെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ചർച്ചിൻ്റെ എൽഡേഴ്സ്, ലീഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തോ കൈവെക്കാൻ ഒരു പ്രത്യേകം നിയോഗം. പക്ഷെ ദയവ് ചെയ്ത് വീണ്ടും 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 ഞാൻ ആവർത്തിക്കുക, വേർപാടില്ലാത്തവർ ഇതിന് വരല്ല്. ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ആവറേജ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓക്കെ. അതിന് വേർപാടില്ലെങ്കിലും ജീവിച്ചു പോകാം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. സ്വർഗത്തിലെ ചില സ്ഥാനങ്ങൾ എടുക്കാനാ, സ്വർഗത്തിലെ ഉന്നതങ്ങളിലേക്ക് മാറാനാ. സ്വർഗത്തിൽ തറ ടിക്കറ്റിന് ഇരുത്താനല്ല ഞാൻ വന്നത്, രക്ഷ പറയാനല്ല ഞാൻ വന്നത്. അതിന് സാധാരണ രക്ഷ പ്രസംഗിക്കുന്ന ഉപദേശം മതി. ഇത് ഞാൻ ചില ഉന്നതങ്ങളെക്കുറിച്ച് പറയാനാ ദൈവം എന്നെ അയച്ചത്. ചില ഹയർ ലെവലിലേക്ക് മാറുവാൻ, ചില ഉന്നതങ്ങളിലേക്ക് മാറുവാൻ, 100 മാർക്കും 99 മാർക്കും വെച്ച് വാങ്ങിക്കുവാൻ, 40കാരനെ വിളിക്കാൻ അല്ല ഞാൻ വന്നത്. സ്വർഗത്തിൽ പോകുന്നതല്ല സിസ്റ്റം. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് മാറുവാൻ, ദൈവിക അധികാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് ഇന്നും ദൈവിക കലവറയിൽ നിന്ന് എടുത്തു തരാൻ ആശയുണ്ട്. അങ്ങനെ ചിലരെ ഏൽപ്പിക്കാനാ. ജീവിതത്തിലെ വേർപാടോടും വിശുദ്ധിയോടും കൂടെ നിൽക്കുവാൻ ശരിക്കും തീരുമാനമുള്ള ചർച്ച് എൽഡേഴ്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി ആദ്യം കൈവെക്കാം. പിന്നെ ആ തീരുമാനമുള്ളവർ 10-20 പേര് വേറെ ഉണ്ടെങ്കിലും വേഗത്തിൽ ചെയ്യാം. 9:25 9:35 ഞാൻ നിർത്തും.